ഇതൊരു രാമായണ ഒരു കഥ എഴുതാനുള്ള കഥയുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മൂളി കേൾക്കണം, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ആൻസർ വേണം, എങ്കിലും നമുക്കിത് പറയാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഒരു സിംഗിൾ എൻറ്റിറ്റി അല്ലേ മിനിമം? അതൊക്കെല്ലാം പറ. സാത്താനാണോ പിശാചാണോ ഇനി പരീക്ഷകനാണോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. ഇത് ഒരാളല്ലേ? നിങ്ങൾ ഈ പറയുന്ന ഈ പ്രശ്നക്കാരൻ പാർട്ടിയാണെന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ അതൊരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ഈ ബൈബിളിനകത്ത് ഇപ്പൊ ഇസ്രായേലിനെ വിടുവിച്ചു കൊണ്ടുവന്നത് അത് ദൈവമാണ്, സർവശക്തനായ ദൈവമാണ് വിടുവിച്ചുകൊണ്ട് വരുന്നത്. അതിനിടയ്ക്ക് പോയിട്ട് ഉടായ്പ് കാണിക്കുക, വൽഗുൽത്ത് കാണിക്കുക, വെള്ളത്തിനകത്ത് വിഷം കലക്കുക, ഇത്തരം കഥകളൊക്കെ കാണിച്ച കുറച്ച് പാർട്ടിയുണ്ട്. അതിന്റെ പേരാണ് ഈ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ അതിനെ രണ്ടിനെയും നമ്മൾ എടുത്ത് നമ്മൾ സൈഡ് വഴി വെക്കും. യവനെതിരെ കൂടിയാണ് ഇവൻ കേറിയത്, യവൻ എന്തുകൊണ്ടാണ് രണ്ട് അത്യുന്നതന്മാരുണ്ട് മുകളിൽ. ഒരാള് നല്ല പ്രവൃത്തി ചെയ്യും, ഒരാൾ അനിയന അമ്മയുടെ ചേട്ടത്തിയുടെ അനിയനല്ലെന്നേ അവൻ. അയാൾ അക്കരെ കിടന്ന പാർട്ടിയാണ്, നമ്മുടെ ആളല്ലെന്ന്. ഇത് ശരിക്കും പറഞ്ഞ കുടുംബത്തിൽ പറഞ്ഞ സാധനമാണ്, അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. പറഞ്ഞ വാക്ക് കേട്ടില്ലേ? ചെറിയൊരു മിനിറ്റ്. കുടുംബത്തിൽ പറഞ്ഞ ആളായാൽ ഇങ്ങനെ ചെയ്യത്തില്ല എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഇവിടെയാണ് ഓക്കെ. ഈ അച്ഛൻ ഇതൊന്ന് കേൾക്കേ. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ സ്വന്തം കാര്യമാണ്. ഇപ്പൊ ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണോ, അതുകൊണ്ട് ഇനി വേറെ ആരെ മേലെ ഇടരുത് അച്ഛൻ. അപ്പോൾ ഇത് യഹോവ എന്നത് പിതാവിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ്. ഞാൻ അത് എടുക്കുകയാണ്, അത് കാരണം ഇങ്ങനെ ഇത് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു ചരക്ക് ഇതിനിടയ്ക്ക് ഈ പേരും കൊണ്ടിരിക്കുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ യഹോവ എന്നല്ല നിങ്ങൾ എന്തിട്ട് കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. അച്ഛൻ്റെ ഡൗട്ടുള്ള അല്ലെങ്കിൽ അടുത്ത വാക്ക് ഇവിടെ ഒരു പിതാവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വാക്കായിട്ട് ഈ വാക്ക് നമ്മൾ ആദ്യമായിട്ടൊന്നും കാണുമ്പോൾ പോലും ഒരിടത്തും അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഇൻസിഡന്റ് വന്ന ആത്മാവല്ല രണ്ടാമത് വരുന്നത്, രണ്ടാമതോ മൂന്നാമതോ വന്ന ആത്മാവല്ല നാലാമത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അച്ഛൻ കേൾക്ക്. അപ്പോൾ യഹോ എന്ന വാക്ക് കാണുന്നിടത്തൊക്കെ തന്നെ ഇടപെട്ടിട്ടുള്ള വ്യക്തികള് പലതാണ് ഇതിനകത്ത്. അച്ഛൻ കേൾക്കേ, ഇത് കേൾക്ക്. നിങ്ങൾ പറഞ്ഞത് പിശാച് ഇടപെട്ടു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനല്ല. ദൈവം തൻ്റെ അതോറിറ്റിയില് വെച്ചിട്ടുള്ള വ്യവസ്ഥയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ഞാൻ അതിന് വേറെ വാക്ക് ഉപയോഗിക്കുന്നു, ദൈവത്തിൻ്റെതായ ഭരണ നിർവഹണം അല്ലെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, അതിന് പ്രകാരം ദൂതന്മാര് ഇടപെട്ടിട്ടുണ്ട്. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് പലയിടത്തും കാണാം. അവര് തന്നെ അവിടെ യഹോവ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സംഭവങ്ങളുടെ അടിസ്ഥാനത്തില്, പക്ഷെ ഈ വാക്ക് തള്ളരുത്. യഹോവ എന്നുള്ള വാക്ക് പിതാവിനെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയുള്ളതാണ്. പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ദൂതന്മാര് ഇടപെട്ടിട്ടുള്ളത്. ഇവിടെ ഒരിടത്ത് പോലും സാത്താൻ വന്നിട്ടില്ല. പക്ഷെങ്കിൽ ഇടപെട്ടിട്ടുള്ള ആത്മാക്കൾ ഡിഫറെന്റ് ആണ്. ഒന്നാമത് വന്ന ദൂതനാവില്ല, രണ്ടാമതോ മൂന്നാമതോ. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ സംഭവിക്കുന്ന കാര്യം ദൈവം തന്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് മനുഷ്യരെ നടത്താനായിട്ടോ അല്ലെങ്കിൽ അവരോട് ഇടപെടാനായിട്ടോ ഒരു ദൂതനെ അസൈൻ ചെയ്യുമ്പോൾ ആ ദൂതൻ തന്റെ സ്വഭാവത്തിനനുസരിച്ച് മനുഷ്യരോട് ഇടപെട്ടിട്ടുണ്ട്. എന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞാൻ പറയുന്നത്. ഇത് ഒരിക്കലും പിശാചാകുന്നില്ല. കാര്യനിർവഹണത്തെ ഏറ്റെടുക്കാൻ പാകത്തിന് സാത്താൻ ശക്തി പ്രാപിച്ചിട്ടോ ഇല്ല. മരുഭൂമിയിൽ കൂടി ഇസ്രായേൽ ജനത നടത്തിക്കൊണ്ടുവരുന്നത് ദൈവം തന്നെയാണ്. അതിന് നിങ്ങൾ പറഞ്ഞ ആ പാർട്ട് ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യട്ടെ. അതായത് നിങ്ങൾ പറയുന്നത് ദൈവത്തിന്റെ ഭരണ നിർവഹണത്തില്, അതായത് പിതാവാൻ ദൈവത്തിന് എടുക്കാവുന്ന ഒരു പേരാണ് യഹോവ. എനിക്ക് അതിനോട് ഡിസഗ്രിമെന്റ് ഒന്നുമില്ല. പക്ഷേ ഈ ദൈവത്തിന്റെ ഭരണ നിർവഹണത്തില് പല ദൂതന്മാർ ഇടപെട്ടിട്ടുണ്ട്. അവരൊക്കെ ചെയ്ത പല കാര്യം യഹോവയുടെ പേരിലാണ് ഇരിക്കുന്നത്. അല്ലയോ? അല്ലേ? അതെ, ദൈവം അത്രയും മതി. അവിടെ കൊണ്ട് കേസ് ക്ലോസ് ചെയ്തു സാറേ.
അതായത് ഈ ബൈബിളില് അടിതൊട്ടുമുടി വരെ കാണുന്ന മുഴുവൻ കാര്യങ്ങളും പിതാവാം ദൈവം നേരിട്ട് ചെയ്ത കാര്യങ്ങളല്ല, പിതാവാം ദൈവത്തിന്റെ നേരിട്ടുള്ള വെളിപ്പാടുകളല്ല. അവിടെയാണ് നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റാണ്. അപ്പോൾ അവിടെ വരുമ്പോഴാണ് ഈ ദൂതന്മാരിടപെട്ട് ഉണ്ടാക്കിയ ഉടായ്പും ഇവിടെ ഉണ്ടാക്കിയ സംക്രമവുമാണ് ഈ പഴയ നിയമത്തിന്റെ ഒടനീളം കാണുന്നത്. പക്ഷെ അത് മുഴുവൻ കൊണ്ട് പിതാവാം ദൈവത്തിന്റെ പുറത്ത് ആരോപിച്ചാണ് എഴുതി വെച്ചെന്ന് പറഞ്ഞാൽ സോളാ സ്ക്രിപ്ചർ എന്ന സാധനം എടുത്ത് കൊണ്ടുവന്ന് വിഴുങ്ങുമ്പോൾ ഇത് മുഴുവൻ പിതാവാം ദൈവം ഇരുന്ന് അവിടെ ഇരുന്ന് ചെയ്ത പോലെയാണ് ഒക്കറ് ചെയ്യുന്നത്. അത് നമ്മൾ അംഗീകരിക്കത്തില്ല. അവിടെയാണ് നമ്മൾ എന്നാ പറയും, ആ ദൈവത്തിൻ്റെതല്ലാത്ത പ്രവർത്തിക്കുന്നു പറഞ്ഞാൽ മനുഷ്യന്റെയും, അതായത് അസൂയക്കാരന്റെയും പാഷാണ്ടിയുടെയും ഒക്കെ രീതിയിൽ അവിടെ ചെയ്ത കാര്യം പറയുമ്പോൾ ഞങ്ങൾ പറയും അത് പിശാചാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും പിതാവാം ദൈവത്തിന് ഒരു സ്ഥലത്തും ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പിശാജ് എന്ന് പറഞ്ഞത് നിങ്ങളിപ്പോ ഈ പറഞ്ഞ ഡെഫിനിഷൻ പ്രകാരം ആ പരിപാടി കാണിച്ച ദൂതന്മാരെയാണ് ഈ പറയുന്നത്. അല്ലാതെ ഞങ്ങൾ പിതാവാം ദൈവത്തിനെ ഒന്നും ഞങ്ങൾ കയറി പറയത്തില്ല. അതുകൊണ്ട് പിതാവാം ദൈവത്തിനെ പറയട്ടെ, പിതാവാം ദൈവത്തിനെ പറയാൻ എന്ന് പറഞ്ഞാൽ ദൈവം കരുണയുള്ള സ്നേഹവാനായ ദൈവമാണ് തുടക്കം മുതൽ. ആ ദൈവത്തിന് സ്നേഹം മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ ഈ ഉടായ്പ പാർട്ടികൾ വന്ന് കാണിക്കുന്നത്. ഇത് യാക്കോബായുടെ തിയോളജി അല്ലേ? യാക്കോബായ ചർച്ചിന്റെ തിയോളജി ആണോ അതോ ചെറിയ? ഞാൻ അങ്ങനെയൊന്നും, ഞാൻ ആദ്യം ഇവിടെ പറഞ്ഞത് ഇപ്പത്തെ ഇവിടെ 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 2 പേരാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് ബൈജു എന്ന വ്യക്തി, അദ്ദേഹം സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത സ്പെഷ്യൽ സാധനം പറഞ്ഞു. ഞാൻ എന്റേത് ചെറിയാൻ ജേക്കബിൻ്റെത് ഞാനും പറഞ്ഞു. ബൈജു പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പില്ല. ബൈജു പറഞ്ഞ ആ കാര്യത്തോട് ഞാൻ അറിഞ്ഞത് ഈ യാക്കോബ സഭയുടെ ലിറ്റർജി ആണെന്ന് ഞാൻ അറിഞ്ഞത്. ഉള്ളതാണോ? അതല്ല, ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വിഷയത്തില് ഞാനും ബൈജു ബ്രദറും കൂടിയേ സംസാരിക്കുകയുള്ളൂ. വേറെ ഒരു പാർട്ടി ഇടപെട്ട അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനു ഇടപെട്ട്? ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ഊച്ചായി പോയി. അത് നമ്മൾ നിർത്തി കേട്ടോ. ബൈജു ബ്രദറെ ഇവിടെ പിതാവായ ദൈവം അറിയാതെ സാത്താൻ ഇടപെട്ടു എന്നാണ് ജിജിക്കാര് അല്ലെങ്കിൽ ചെറിയാച്ചനൊക്കെ മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഇവിടെ സാത്താനാണെന്ന് പറയുന്നില്ല, സാത്താൻ ഇടപെട്ടിട്ടേ ഇല്ല. റെഫറൻസ് ഓർക്കുന്നില്ല, ഒരു വാക്ക് ഞാൻ പറയാം. കാരണം നടത്തുന്ന ദൂതന്മാര് നമ്മൾക്ക് മുമ്പായി പോകുമ്പോൾ അവന്റെ വാക്കനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ദൂതൻ നിങ്ങളെ ശിക്ഷിക്കുക എന്നൊരു വാക്യം പഴയ നിയമത്തിൽ എവിടെയോ കിടപ്പുണ്ട്. ഞാൻ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം അത് തന്നെയല്ല ഇപ്പൊ അച്ഛൻ പറഞ്ഞത് പിതാവായ ദൈവം അല്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് പിതാവായ ദൈവം ഡയറക്റ്റ് ഇടപെട്ടിട്ടുള്ളത്? നമ്മൾ ബൈബിൾ വായിച്ച ഒരിടത്ത് പോലും പിതാവായ ദൈവം ഡയറക്റ്റ് ഇടപെടുന്നില്ല. എല്ലാ കാര്യങ്ങളും ദൈവം മറ്റു ആൾക്കാരിൽ കൂടിയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ ഞാൻ അവിടോട്ട് അതൊക്കെ നമ്മുടെ സീക്രട്ട് കാര്യങ്ങളാണ്. അതൊന്നും ഇപ്പൊ ഇവിടെ നമ്മൾ പറയത്തില്ല. എന്നാലും ബൈജു പാസ് പക്ഷെ എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളൊരു യഥാർത്ഥത്തിലൊരു ശരിയായ ഒരു ബെന്തക്കോസ് കാരന്റെ ഒരു നല്ല ക്വാളിറ്റീസ് ഉണ്ട്. കാരണം ആ യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ, അതായത് പുത്രൻ ഭൂമിയിലായിരുന്ന കാലത്ത് നിങ്ങൾ ഭയങ്കര ഇതാണ്. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യം പെന്തക്കോസുകാർക്ക് പിടികിട്ടി അവര് പിന്നെ ജീജിക്കാരുമായിട്ട് വഴക്കുടിക്കാൻ പോകത്തില്ല. മനസ്സിലായില്ലേ? ജീജിക്കാര് പറയുന്നത് എന്താ? ജീജിക്കാര് പറയുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? സിംഗിൾ എൻറ്റിറ്റീവ് ആണ് അച്ഛാ. അത് നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇതിൽ നിന്ന് അച്ഛൻ എസ്കേപ്പ് ആവാതിരിക്കാൻ വേണ്ടി ചോദിച്ചത്. യഹോവ എന്നത് അച്ഛൻ ഒരു സിംഗിൾ എൻറ്റിറ്റിയാ. പിന്നീട് ഞാനിപ്പോ നിങ്ങളോട് 2-3 ചോദ്യം ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ ഇൻട്രോസ്പെക്ട് ചെയ്യുക. നിങ്ങൾ ഇത്ര കണ്ടുപിടിച്ചില്ല, നിങ്ങൾക്ക് ബാക്കി കണ്ടുപിടിക്കാൻ പറ്റും. ഇത് വെരി സിമ്പിൾ ആയിട്ട്. ഈ അബ്രഹാം എവിടെയുള്ള ആളായിരുന്നു? അബ്രഹാം ബാബിലോണിയ പ്രദേശത്തുള്ള ഒരു മനുഷ്യനായിരുന്നു.
ബാബിലോണിയ പ്രദേശത്ത്, അതായത് കൽദയ ദേശക്കാരനാണ് അല്ലേ? ആണല്ലോ. ഇപ്പൊ കൽദയ ദേശത്തിന് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ബാബിലോൺ എന്ന് പറയുന്ന ആ സ്ഥലത്ത് അവർക്കൊരു ഡേറ്റ് ഉണ്ടല്ലോ. ഒന്നല്ല, ഒത്തിരി ഉണ്ട്. അതിനകത്ത് ഒരെണ്ണം ഏതായാലും ഈ പുള്ളി ചെയ്യുന്നു. അപ്പൊ കൽദയ ദേശത്തല്ലേ, അതായത് അബ്രഹാം, അതല്ലേ പറയട്ടെ നിങ്ങൾക്കിത് മനസ്സിലാവാൻ വേണ്ടിട്ട്. നിങ്ങൾക്ക് കാരണം ഇവർക്കാർക്ക് നമുക്കൊരു കാര്യം ചെയ്യും, ഇവരുടെ കണ്ണ് കെട്ടാം. ഓം ഹ്രീം കരകറാം കൃഹ്രീം കുറുകുറിയും എല്ലാത്തിനെയും കണ്ണ് കെട്ടിയത്. ഒന്നും കേൾക്കണ്ട, ചെവിയും കൂടെ പൊത്തിയത് കേട്ടോ. ബൈജു ബ്രദർ മാത്രം കേട്ടാത്. ബാക്കിയുള്ള എല്ലാം നമുക്ക് കൂട്ടി വെച്ചിരിക്കുക കേട്ടോ. നമ്മൾ മന്ത്രം ജപിച്ചിരിക്കുക. ഇനി ഇവരാരെങ്കിലും ഇന്ത്യ നമുക്ക് ശരിയാക്കാം ബാക്കി. അപ്പം ഈ അബ്രഹാം ഇപ്പം ബൈജു ബ്രദർ ജനിച്ചത് എവിടെയാ? നാട്ടിലെ കേരളത്തിലെവിടെയാ? ഒരു ഏകദേശം ജില്ല പറയാം, കൊല്ലം. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ പിതാക്കന്മാരുടെ സ്ഥലം എവിടെയാ? കൊല്ലവാ അല്ലേ? ഇപ്പൊ നിങ്ങള് കൊല്ലത്താണോ? നിങ്ങളിപ്പോ എവിടെയാ? ഏത് രാജ്യത്ത്? പുറത്താ. അപ്പൊ നിങ്ങൾ ആ രാജ്യത്ത് പോയത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം പോയതാ ആണല്ലോ. അതല്ലെങ്കിൽ വേറൊരാൾക്ക് നിങ്ങളെ വിളിക്കാം, ബൈജു ബ്രദറെ ഇങ്ങി പോര്, ഞാന് നിങ്ങളെ നോക്കിക്കോളാം. ഈ അബ്രഹാമിനോട് ശരിക്കും പറഞ്ഞാൽ അവൻ ജീവിക്കേണ്ട സ്ഥലം ഈ കൽദയ ദേശത്താണ്. അതാണ് അവന്റെ പിതാക്കന്മാരുടെ സ്ഥലം. അപ്പം നീ വേറൊരു സ്ഥലത്തോട്ട് പോയി, ഞാൻ അവിടെ നിനക്ക് തരാം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ പറയുന്ന എൻറ്റിറ്റി ഇത് ഈ ടെറിട്ടറിയുടെ ആളാണോ? അത് പുറത്തുള്ള ഒരാളാവണം. പുറത്തുള്ള ആളാണ് ആണല്ലോ. അപ്പൊ ഇത് കൊടുക്കാവെന്ന് പറയുന്ന ആളുടെ അധികാര പരിധിയിലുള്ള സ്ഥലമല്ലേ. ഇപ്പൊ ഞാൻ പറയുകയാണ്, ബൈജു ബ്രദറെ ഇങ്ങ് പോര്, ഞാൻ നിങ്ങൾക്ക് എന്റെ ഈ സ്ഥലം തരാം. അല്ല, ഞാൻ ഇവിടുന്ന് പറയത്തില്ല, ബൈജു ബ്രദറെ ഇങ്ങ് പോര്, ഞാന് ആ മാറ്റച്ചായനെ തട്ടിയിട്ട് ഞാൻ ആ സ്ഥലം നിങ്ങൾക്ക് തരാം. മാറ്റച്ചായൻ്റെ എന്റെ സ്ഥലമല്ല, അത് വേറൊരു സ്ഥലമാണ്. അങ്ങനെ പറയാൻ വകുപ്പില്ലല്ലോ. സ്വാഭാവികമായിട്ട് നമ്മളൊരു ദൈവികമായിട്ട് എടുത്താൽ അങ്ങനെയല്ല ചിന്തിക്കുന്നത് അല്ലേ? ഈ ഉദാഹരണത്തിലായിട്ട് ദൈവത്തെ കൂടെ കയറ്റി വെക്കുവാണെങ്കിൽ അത് വൈഡായിട്ട് പറയേണ്ടി വരും. വൈഡായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു ദൈവികമായിട്ടാണെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഒരു ദൈവമാണ് എന്ന് പറഞ്ഞാൽ ഒരു അതോറിറ്റി ഉള്ള. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അത് വിട്, അല്ലെ ട്രംപ് പറയുക, അതായത് നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെടുക, ട്രംപ് പറയാം, എടാ നീ കൂടും കിടക്കി എടുത്തു, ഞാൻ നിന്നെ നോക്കിക്കോളാം, ഓക്കെ എന്ന് പറഞ്ഞു. മോദിയുടെ അവിടെ കിടക്കുന്ന ഒരാളാണ്, ടെറിട്ടറിയിലുള്ള ആളാണ്. മോദിയുടെ ടോർച്ചറിങ് പെട്ട ഒരു വ്യക്തിയെ നമ്മളിവിടെ എടുക്കുക. അതിവിടെ നമ്മൾ എപ്പോഴും എടുക്കുന്നതാണ്. ആ ഒരു എക്സാമ്പിൾ നമ്മൾ എപ്പോഴും മറ്റു രാജ്യത്ത് ടോർച്ചർ ചെയ്യപ്പെടുവാണെങ്കിൽ ആ ടോർച്ചർ ചെയ്യപ്പെടുന്നവനെ നമ്മളിവിടെ എന്ത് ചെയ്യും? നമ്മൾ അസൈലം കൊടുക്കും. നമ്മൾ അസൈലം കൊടുക്കുമ്പോൾ ആ അസൈലം കൊടുക്കുന്ന രാജ്യമാണ് അവർക്ക് എല്ലാ സൗകര്യം ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ ആ വിട്ടുപോരുന്ന രാജ്യം അവർക്ക് ഇവനോട് എന്തെങ്കിലും താല്പര്യമുണ്ട്. അന്ന് അവനിപ്പോ അസൈലത്തിനൊരുത്തം പോവുക, കാരണം നമ്മുടെ ആളുകൾ നമ്മുടെ പ്രിയപ്പെട്ട മാറ്റച്ചായന് നമ്മള് അമേരിക്കക്ക് അസൈലമായിട്ട് പറഞ്ഞിട് എന്ന് പറഞ്ഞ് അവിടെ ഒരു യാത്രയപ്പോ നടത്തുവോ? ഇല്ല. പെട്ടെന്ന് പറഞ്ഞു. അതെ ഞാൻ പറഞ്ഞു, നമുക്ക് അച്ഛാ ധൃതി ഉണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് യാതൊരു കാര്യവും. ഇത് നമുക്കിതിങ്ങനെ കഥയായിട്ട് പോയാലേ പതുക്കെ പോയാലേ ഉള്ളൂ ഇത് വല്ലതും പിടിയിട്ടുള്ളൂ. കാരണം നമ്മൾ ഇവരെ ഉറക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇവര് മിണ്ടത്തില്ല. നമ്മൾ രണ്ടുപേര് മാത്രമുള്ള ഒരു ഇതിൽ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഇവരുറങ്ങാണ്. അതായത് അവരുടെ കണ്ണിന് ഭാരം കൊടുന്നു. മാറ്റച്ചായൻ ഉറങ്ങി, മാറ്റച്ചായൻ ഇറങ്ങി, മാറ്റച്ചായൻ പോയി, എസ് എ പാസ്റ്റർ ഉറങ്ങി, ചെറുമേൽ ഉറങ്ങി, ചെറുമേൽ ഗാഠനിദ്രയിലായി, ജോണിച്ചായൻ ഉറങ്ങി, ഗാഠനിദ്രയിലായി, ഈപ്പച്ചൻ ഉറങ്ങി. ആ പോട്ടെ, ഇല്ലല്ല അവരെല്ലാം 5Xലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊന്നും തീരുമില്ല.
ഞാൻ ഇത് തീർക്കാൻ എനിക്ക് ഒരു പ്ലാനും ഇല്ല. ഇത് ഇന്ന് തീർത്താ പിന്നെ നമ്മൾ നാളെ എന്ത് പറയും? നമുക്ക് അബ്രഹാമിന്റെ കഥ കേൾക്കണ്ടേ? അബ്രഹാമിന്റെ കഥയല്ലേ കഥ. അപ്പൊ അങ്ങനെ യഹോവയുടെ ടെറിട്ടറിയിൽ ഇരിക്കുന്ന ഒരാളാണ് അബ്രഹാം. ഓക്കെ, ഈ യഹോവയുടെ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ഭാഗം ചെയ്തപ്പോൾ യഹോവയ്ക്ക് വീതം കിട്ടിയത് ഇവിടെ ഇരിക്കുന്ന ഇസ്രായേൽ അല്ല. ആക്ച്വൽ ഇതെന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ ആ സ്ഥലം, അതാണ് യഹോവയുടെ ടെറിട്ടറി. ആ ടെറിട്ടറിയിൽ നിന്ന് വിളിച്ചു വരുത്തുന്ന കനാനിന്റെ ദൈവമാണ് വിളിച്ചു വരുന്നത്. എന്ന് പറഞ്ഞാൽ എൽ സദായി ആണ് വിളിക്കുന്ന, നീ ഇങ്ങ് പോര്, ഞാൻ നിന്നെ കരുതിക്കോളാവുന്നു. അപ്പോൾ ഒറിജിനൽ കവണന്റിൽ അബ്രഹാം ഇരിക്കുന്നത് യഹോവയുടെ ടെറിട്ടറിയിലാണ്. അത് കൽദയ ദേശമാണ്. കൽദയ ദേശത്തിന്റെ ചാർജ് പുള്ളിക്കാണ്, കനാന്റെ ദൈവത്തിനല്ല. കനാനിലെ ദൈവം പറയാണ്, നീ ഇങ്ങ് പോര്, നിന്നെ ഞാൻ കരുതിക്കൊള്ളാം. അൺകണ്ടീഷണലാണ്. ആ അൺകണ്ടീഷണലായിട്ട് അബ്രഹാമിനെ കൊണ്ടുവരുമ്പോൾ യഹോവയ്ക്ക് അതത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അവിടെയാണ് പ്രശ്നങ്ങളുടെ മുഴുവൻ തുടക്കം. മനസ്സിലായോ? യഹോവ ഇവിടെ എൽസദായിയുടെ വാക്ക് കേട്ട് ഒന്നും പറയാതെ തൻ്റെ ജനത്തെയും തൻ്റെ പ്രിയപ്പെട്ടവരെയും എല്ലാം വിട്ട് അവൻ യാത്രയായി. ആര്? തൻ്റെ ഭാര്യയായ സാറായിയെയും ഇതിനെയും കൂട്ടി. അബ്രാം എന്ന പേരിൽ യഹോവയുടെ കൺട്രോളിൽ ഇരിക്കുന്ന ആളാണ് ഇപ്പോൾ അവിടുന്ന് പോരുന്നത്. ആ സമയത്ത് ആ വ്യക്തിയാണ് ഈ പോരുന്ന വഴിക്ക് അത് യഹോവയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഈ കാര്യം. കാരണം യഹോവയുടെ ഇതിൽ നിന്നും ഒരു ആളെ വേറൊരു ടെറിട്ടറിയിലുള്ള ദൈവം എടുത്തോണ്ട് പോവാണ്. കാരണം ഇയാൾക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ല. എന്നാൽ അബ്രഹാം നീതിമാനാണ്. അതാണ് ഇവിടെയുള്ള ഒരാൾ കാണുന്നത്. അവൻ നല്ല മനുഷ്യനാണ്. അവനിൽ കൂടി ലോകത്തിന് ഇത് വരണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ, ഈ കൽദേരുടെ സ്ഥലമായ ഊരില് അവിടെ നമ്മൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ നിന്നാണ് അബ്രഹാമിനെ ഇങ്ങനെ റെസ്ക്യൂ ചെയ്തെടുക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസൈലം കൊടുക്കുകയാണ്. അപ്പോൾ ഈ പാർട്ടി അങ്ങനെ നീ പോയാൽ പറ്റത്തില്ല, നിനക്കിട്ട് ഞാൻ പണിയോട് പണി പണിതു. അതിൻ്റെ സ്റ്റോറിയാണ് ഇസ്രായേലിന്റെ കഥ. അങ്ങനെ അബ്രഹാമിൽ കൂടി ദൈവം, അതായത് ലോകത്തിന് മുഴുവനും ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ പുതിയ ഒരു കാര്യം ഉണ്ടാക്കാൻ പോകുന്ന ഈ സ്റ്റോറിയിൽ യഹോവ എന്ന എൻറ്റിറ്റിക്ക് തീരെ, അത് അങ്ങേരെ അസൂയക്കാരനാണ്. അങ്ങേരുടെ കയ്യിൽ നിന്ന് ഇതിനെ പിടിച്ചോണ്ട് പോയതിന്റെ ദേഷ്യമാണ്. അവ ചെയ്യാവുന്ന എല്ലാം ചെയ്തു. ഇനിയും എന്തുകൊണ്ട് അബ്രഹാമിന്റെ പേര് മാറ്റിയത് നിങ്ങൾ നോക്കണം. ആദ്യമായിട്ട് പേര് മാറ്റുന്നതാണ്. നമ്മൾ വേറൊരാളെ നമ്മൾ ദത്തെടുക്കുമ്പോൾ ദത്ത് എടുത്തവൻ പേരിട്ടിരിക്കും. കാരണം അവനെ എടുക്കേണ്ടത് ആവശ്യമാണ്. അവന് പേര് മാറ്റിയിടുന്നത്. അങ്ങനെ പേര് മാറ്റിയത് രണ്ട് കൂട്ടരെയാണ്. ഒന്ന്, ഇതിന് ശേഷം വീണ്ടും ഈ അബ്രഹാമിനെ ഇവിടെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ഇസ്ഹാക്ക് ഉണ്ടാകുന്നു, ഇസ്മായേല്, ഇസ്ഹാക്ക്. അത് കഴിഞ്ഞ് യാക്കോബ് ഉണ്ടാകുന്നു. യാക്കോബ് വീണ്ടും ഒരു എക്സൈൽ ജീവാണ് അങ്ങോട്ട്, ലാബാന്റെ അടുത്തേക്ക്. അവനെ അവിടുന്ന് തിരിച്ച് വീണ്ടും ഒരു റിസ്റ്റോർ ചെയ്യുകയാണ് അവനെ. അപ്പൊ അവിടുത്തെ പ്രശ്നം എന്നാണെന്നറിയോ? അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ നല്ല ഫൈറ്റ് നടന്നു. അതായത് ഈ പറഞ്ഞ അബ്രഹാമിൽ നിന്ന് ഈ നേടിയെടുത്ത് അവിടുന്ന് തിരിച്ച് ഈ യാക്കോബിനെ ഉഡായിപ്പ് കാണിപ്പിച്ച് അവനെ മാറ്റിയിട്ട് അവനെ വീണ്ടും ഈ ദൈവം തിരിച്ചു കൊണ്ടുവരുവാണ്. എങ്ങോട്ട്? അവനോട് പറഞ്ഞ കനാൻ ദേശത്തേക്ക് അവനെ കൊണ്ടുവരികയാണ്. അവന്റെ വീണ്ടും പേര് മാറ്റേണ്ടി വന്നു. അങ്ങനെ ചരിത്രത്തിൽ നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ യു വിൽ സീ ദി അമേസിങ് സ്റ്റോറി ഓഫ് ഗോഡ്സ് പ്ലാൻ. അതിലാണ് യേശുക്രിസ്തു വരുന്നത്. അപ്പൊ ഇതിനകത്ത് യഹോവയ്ക്കുള്ള ക്രൂരത കാണിച്ച യഹോവ കുഴപ്പമല്ല. കാരണം യഹോവയിൽ വരേണ്ടിയിരുന്ന ഒരു അനുഗ്രഹം കനാനിലെ ദൈവം അതെടുത്തു. അല്ലെ എൽസദായി അത്
അത് ദത്തെടുത്തു. അവനിൽ കൂടി ഈ പറഞ്ഞ കാര്യം നടക്കുകയാണ്. എലോൺ മസ്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവൻ ജനിച്ചു വീണത് എന്നാ ഇവിടുത്തെ എന്താ പറയുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. സൗത്ത് ആഫ്രിക്ക എന്ന രാജ്യത്തിന് യഥാർത്ഥത്തിൽ എലോൺ മസ്ക് എന്ന് പറഞ്ഞ ഇത്രയും ഒരു പാർട്ടിയെ ഹോൾഡ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അമേരിക്കയേക്കാൾ വലിയൊരു സംഭവമായിട്ട് സൗത്ത് ആഫ്രിക്ക പോയേനെ. പക്ഷെ അവിടെ നടന്ന വൃത്തികേടും കാര്യങ്ങൾക്കും എല്ലാം പകരം എലോൺ മസ്ക് എന്ന് പറഞ്ഞ പാർട്ടി അമേരിക്കയെ വന്നു. ആൻഡ് ഹി ബിക്കം വെരി ബിഗ്. അവൻ ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞതുപോലെയാണ്. അവിടെയുള്ളവർക്ക് വല്ലതും കുരു പൊട്ടുവോ? പിന്നെ ഇവിടെ ഒന്നും ചെയ്യാൻ മേലാഞ്ഞ കാരണം ഒന്നും ചെയ്തില്ല എന്നേ ഉള്ളൂ. അപ്പൊ കറക്റ്റായിട്ട് നമുക്ക് ആ സ്റ്റോറി നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങൾക്ക് മുഴുവനും എവിടെയാണ്, ആരാണ് ഉത്തരവാദി, എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്, എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് യേശുക്രിസ്തു അല്ലെങ്കിൽ ഇൻകാർണേഷൻ ഉണ്ടാകേണ്ടി വന്നതെന്നും ആ ഇൻകാർണേഷനെ കൂടി എന്താണ് റെസ്റ്റോർ ചെയ്യപ്പെട്ടതെന്നും എന്നുള്ള കാര്യം ഇൻകാർണേഷൻ ഇപ്പൊ ഉണ്ട്. അച്ഛൻ ഇപ്പം പറഞ്ഞതിനകത്തുള്ള ഒന്ന് രണ്ട് പ്രശ്നം ഞാൻ പറയാം. ഇവിടെ ഇപ്പൊ നോക്കിയേ, ഈ ലക്ഷ്മണ കർമ്മണ ഒരു കുന്തം അറിയാതിരുന്ന അബ്രാമിനെ എൽഷഡായ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി അവിടേക്ക് വിളിക്കുകയാണ്. തൻ്റെ അധീനതയിലിരിക്കുന്ന സ്ഥലത്തേക്ക് വിളിക്കുക. കാണിക്കുന്ന കൊള്ളരുതായ്മ എന്താണെന്ന് നോക്കണം. കാരണം അച്ഛൻ ആരോപിക്കുന്ന പ്രശ്നം എന്താണ്? കനാനിലായിരിക്കുന്നവരെ മൊത്തവും യഹോവ പറഞ്ഞു കൊല്ലിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നു വേറെടുത്ത്. അവിടെയാണ് ഈ റിഡാക്ഷന്റെ കേസ് ഇരിക്കുന്നത്. അതായത് നിങ്ങൾ ഇത് നോക്കുമ്പോൾ ഈ കഥ നിങ്ങളിത് ഈ ഇരുമ്പൊലക്ക ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമില്ല. ഇത് ഞങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണ്. കാരണം എന്നാന്നറിയോ? കാരണം ഞങ്ങൾ ഇരുമ്പൊലൊക്കെ അങ്ങനെ വിഴുങ്ങാറില്ല. ശരി, നിങ്ങൾ ഈ സോളാർ സ്ക്രിപ്ചർ എടുത്ത് വിഴുങ്ങുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നം. ശരി അച്ഛാ, ഓക്കെ. ഇനി എന്നാ പിന്നെ അത് തൽക്കാലം മാറ്റി വെച്ചോളാം. അങ്ങനെയാണ് വേറെ പ്രശ്നം. ഈ എൽഷഡായി വിളിക്കുമ്പം ഈ സ്ഥലത്ത് ആൾക്കാരുണ്ടോ ഇല്ലയോ? വിളിക്കുന്ന സ്ഥലത്ത് ആൾക്കാരുണ്ട്. ഉണ്ട്. ഓക്കെ. ഈ അമേരിക്കയിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഒരാൾ കൂടെ വന്നാലും അവർ കൂടെ കൊടുക്കുന്ന സംവിധാനമുണ്ട്. ഓക്കെ, അതിന് ഇവരെല്ലാം കൊല്ലേണ്ട കാര്യം ഇല്ലെന്ന്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോ ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ ഈ എൽഷഡായിയുടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഇവരുടേതായ ആൾക്കാർ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഞാൻ ഒരാളെ വിളിച്ചോണ്ട് വരുന്നുണ്ടെങ്കിൽ എന്റെ ആളുകളെ കൊല്ലുക എന്നുള്ളതല്ല. ഞാൻ അയാളെ കൂടെ ഇപ്പൊ എനിക്കിപ്പോ കുറച്ച് കഴിയുമ്പോൾ തോന്നുകയാണ് ഒരു 2 പിള്ളേരെ ഒന്ന് ദത്തെടുക്കണം. 2 പിള്ളേരെ പ്രായമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഓക്കെ, നമുക്ക് 2 പിള്ളേരെ ദത്തെടുക്കണം. പിള്ളേരൊക്കെ ഇത് പോയി നമുക്ക് വി ക്യാൻ ഡു ദാറ്റ്, റൈറ്റ്? അതിന് ഞാൻ എന്റെ പിള്ളേരെ കൊന്നു കളയുന്നു? കൊല്ലണ്ട. എന്റെ കൈ കാശുണ്ടെങ്കിൽ അപ്പൊ ഇത് വിളിക്കുന്ന ആരെന്നറിയോ? അതായത് ദത്തെടുക്കാൻ എപ്പോ പോകുന്ന ആളും ദത്തെടുക്കാൻ പോകുന്നവൻ അവൻ ഈ പിള്ളേർക്ക് അല്ലെ ഒരാളെ വന്ന് അവരോട് കരുണ കാണിക്കുന്നതാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അടിമയല്ല, അത് അവരുടെ സന്തോഷമാണ്. മനസ്സിലായോ? ആരെ കൊല്ലണ്ട. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. വളരെ വിശാലമായ ഒരു ഭൂപ്രദേശമായിരുന്നു. എത്ര പേര് വന്നാലും അഭയാർത്ഥിയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയി താമസിക്കുക, അല്ലെങ്കിൽ അസൈലം നമ്മുടെ പക്കൽ. ഇല്ല, അങ്ങനെയല്ല. ഒത്തിരി പേരെ കൊണ്ടിരുന്നില്ല. ഇവിടെ അബ്രഹാമിനെയും അവന്റെ കുടുംബത്തെ എന്ന് പറഞ്ഞാൽ അബ്രഹാമിനെയും ഭാര്യയും മാത്രമാണ് കൊണ്ടുവരുന്നത്. അവരിവിടെ വന്ന് അവര് നമ്മളെ പോലെ ജീവിച്ച് അവരിവിടെ മക്കളെ ഉണ്ടാക്കി അവരങ്ങനെ ആകട്ടെ. എന്നെ കുഴപ്പം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ അബ്രഹാമും വരുമ്പം അബ്രഹാമും പെണ്ണുപിള്ളയും കൂടെ പിന്നെ ഒരുപാട് മനുഷ്യരും ഉണ്ടല്ലോ. ഇല്ല, വന്നില്ല. 150 350 പടയാളികൾ ഉണ്ടായിരുന്നു നമ്മൾ എഴുതി. അത് വേറെ കേസ് കിട്ടാണ്. ഇവിടെ കണക്കും പ്രകാരം അബ്രഹാമും അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ ഇത് അബിമേലെക്കിന്റെ അടുത്ത് പ്രശ്നം ഉണ്ടായി പോകുമ്പം ഇത് 350 പേര് പടക്കാർ ഈ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ അബ്രഹാം എനിക്ക് കണ്ടില്ല. അച്ഛൻ പറഞ്ഞു വരുന്നത് അബ്രഹാം പെണ്ണുമ്പിള്ളെ മീറ്റി വിട്ടത് ഒറ്റയ്ക്ക് ഇറങ്ങിയെന്നാണോ അതോ കുടുംബമായിട്ട് ഇറങ്ങിയെന്നാണോ? അപ്പം കൂടി അതൊക്കെ ഇനി മാറ്റുവോ? എത്ര പേര് സാറേ? അത് നമ്മൾ ചെല്ലുന്ന ദേശത്ത് ഇപ്പൊ ഞാൻ എന്റെ സ്ഥലത്ത് പോവുക. എനിക്ക് ആ ചെല്ലുന്ന ദേശത്ത് എനിക്ക് ആളുകൾ കാണും. ഞാൻ ഇതിനെല്ലാം പെറുക്കി ഇതിനെല്ലാം കൂടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന്
അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സോഡസ്, നമ്മൾ ജനിസിൽ തന്നെ എക്സോഡസ് തുടങ്ങേണ്ടി വരും. അബ്രഹാം പുറപ്പെടുന്നു, ഒരു 350 പേര്, അവരുടെ കുടുംബം, കാലാള്, ആട്, മാട, കൂട, ഇതെല്ലാം ആയിട്ട് വന്നു. അങ്ങനെ ബൈബിളിൽ ഇല്ല. അവിടെ ആപ്പാടെ പറയുന്നത് അബ്രഹാമും അവന്റെ ഭാര്യ സാറായിയും ഇവന്റെ അപ്പൻ തേരഹും ആണെന്ന് തോന്നുന്നു, തേരഹും ഈ ചേട്ടന്റെ മോനെ അവനെയും കൂടെ മാത്രമേ കൊണ്ടുപോയി. ഇത്രയും പേരെ ആ കൂട്ടത്തിലുണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ പക്ഷെ ഈ അബ്രാമിന്റെ അപ്പൻ അവിടെ കൂട്ടത്തിൽ വെച്ച് എന്ന് പറയുമ്പോൾ അവരുടെ കുടുംബമല്ലേ അത് നോക്കിയേ. കൂട്ട് ഇപ്പൊ ലോത്തെന്ന് മാത്രമേ അവിടെ എഴുതിയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ വേറെ അടുത്ത് വായിക്കുന്നത് ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി എന്ന് പറയുന്നു. മക്കളുടെ കാര്യം പറയുന്നു. ലോത്തിന്റെ ഭാര്യ അയാൾ ഇവിടുന്ന് കല്യാണം കഴിച്ച അത്. അപ്പൊ അച്ഛൻ പറയുന്നത് See, ഈ വരുന്ന വഴി ഞാൻ ഈ ബൈബിളില് എന്നെ സംബന്ധിച്ച് കേക്ക്, ഞാൻ ഈ ബൈബിളില് എഴുതിയിരിക്കുന്ന എടുക്കത്തുള്ളൂ. എനിക്ക് എഴുതാത്ത കാര്യം എടുത്ത് എനിക്ക് ഇഷ്ടപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ ലോത്തിന്റെ ഭാര്യയും കൂടെ കൊണ്ടാ പോകുന്നതെന്ന് ബൈബിളിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളൊരു വാക്യം വെച്ച് ഞാൻ എടുക്കാം. ഇത് കേൾക്ക്. അപ്പം ഈ പുറപ്പെടുന്ന സമയത്ത് ഈ പറയുന്ന കാര്യമായ സമ്പത്തോ ഒന്നുമില്ലാതെ ഒരു പാണ്ടക്കെട്ടും ഉണ്ടാക്കി പെണ്ണുമ്പിളയും വിളിച്ച് അപ്പനെയും കൂട്ടി ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന കല്യാണമൊന്നും കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കാണും. ചുമ്മാ പൊട്ടനായിട്ട് നമ്മളാണെങ്കിലും നാട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോരുമ്പം നമ്മളിവിടെ വിളിച്ചെന്ന് പറഞ്ഞാലും അത്യാവശ്യം വഴിയാത്രയ്ക്കുള്ള സാധനങ്ങളും സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ചുമ്മാ പോരാൻ പറ്റുമോ? ഒരു ഉറപ്പായിട്ടും ഒരു കുതിരയോ കോവർ കഴുതിയോ 1-2 കഴുതകളൊക്കെ കാണും, അത്രയും കാണും. അല്ലാതെ ഇതൊരു വലിയൊരു സംഭവമായിട്ടല്ല വരുന്നത്. അങ്ങനെ അതിനെ എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കത്തില്ല. ഓക്കെ അച്ഛാ, ആകെ മൊത്തം ടോട്ടല് ഒരു 10 പേരേ ഉള്ളെന്ന് കരുതുമ്പോൾ അവർ ഒരു 5-6 പശു കൊണ്ട് ഓക്കെ, ഇത്രയും മതി. ഈ സാധനത്തിനെ കൊണ്ടുവരുന്നത് എവിടത്തേക്കാണ്? തന്റെ അധീനതയിലുള്ള കനാൻ എന്ന ദേശത്തേക്കാണ് കൊണ്ടുവരാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ശരിയാണല്ലോ? ഓക്കെ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ എൽഷഡായിക്ക് ഈ അബ്രഹാമിനെ വിളിക്കുന്നത് കൂടാതെ വേറെ മക്കള്, മുമ്പ് വെച്ചാൽ അങ്ങനെ വാക്കാണ് ഉപയോഗിച്ചത്, വേറെ മക്കള് അതാരാണ്? അത് ബാക്കി അവിടെ എല്ലാവരുടെയും കനാനിൽ താമസിക്കുന്ന ആളുകളുടെ പെരിസ്യര്, അവരെ ഇവര്, അങ്ങനെ കുറെ പേരുണ്ടല്ലോ. ഏതാ ജാതികളുടെ പെരിസ്യർ, അതിന്റെ എല്ലാത്തിന്റെയും പേര് എനിക്കറിയത്തില്ല. കുറെ എണ്ണം ഉണ്ടല്ലോ, ആമൂറായക്കാര്, അവരെ ഇവരുടെ എല്ലാം ദേശമാണെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണല്ലോ. അപ്പൊ അവിടെ ഉള്ള മക്കൾ ആരാന്ന് വെച്ചാൽ അറിയത്തില്ല അല്ലേ? അപ്പം ഇതിപ്പോ ഞാനിപ്പോ ബൈബിളിന്റെ മുമ്പിൽ ഇരുന്ന് ഞാൻ പറയുവാണെങ്കിൽ ഇതൊക്കെ നമുക്ക് എടുക്കാം. നിങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ബൈബിൾ അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള നമ്മൾ അതിന്റെ കോണ്ടെക്സ്റ്റ് പറഞ്ഞാൽ പോരെ. നിങ്ങളോട് ഇപ്പൊ ഞാൻ വന്ന് ഇതിന്റെ ഒരു അതാ ഞാൻ പറഞ്ഞ ആമൂറായക്കാര്, പെരിസ്യര്, ഹിവ്യര്, പെരിസ്യര്, ഹിത്യര്, ഇങ്ങനെ കുറെ ആളുകൾ അവിടെ ഉണ്ടല്ലോ, ആ ദേശത്ത് താമസിക്കുന്നവർ ഇല്ലേ? ഇവരൊക്കെ അവിടെ താമസിച്ചാന്നാണ് എനിക്ക് മനസ്സിലായത്. അതാണ് ആ കാനാൻ ദേശം, അതാണ് അവരുടെ ദേശമാണ്, ഇവർക്ക് തരുമെന്ന് പറയുന്നത് വാഗ്ദാനം. അപ്പൊ ഈ എൽഷഡായി ആണോ ഈ പറയുന്ന കർത്താവായ യേശു ക്രിസ്തു പിതാവ് എന്ന് ആരാധിച്ചിരുന്ന ദൈവം? യെസ്, അങ്ങനെയാണ്. പിതാവ് എന്ന് പറഞ്ഞാൽ ഭൂമിയില് പുള്ളി പിതാവ് എന്ന് വിളിക്കാൻ പറ്റുന്ന ആ പുള്ളിയുടെ ടെറിട്ടറിയിൽ നിൽക്കുന്ന കർത്താവ് എന്ന് പറയുന്ന എൽഷദായി ആയതുകൊണ്ടാണ് ഏലി ലമ്മ സബക്താനി എന്ന് വിളിച്ചിരിക്കുന്നത്. യെസ്, എൽഷദായി ആണ് വിളിക്കുന്നത്. ഈ കളിയില് നമ്മള് കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങളെല്ലാം ഉറങ്ങുവാണ്, ഞാനും ബൈജു ബ്രദറും മാത്രമേ ഉള്ളൂ. സോറി, ഇല്ല, നിങ്ങൾ വീണ്ടും ഉറക്കണം. സണ്ണിനെ നമ്മള് കണ്ണിന്റെ ഭാരം കൂടുന്നു, കണ്ണിന്റെ ഭാരം ലൈജു പാസ്റ്റ് നമുക്ക് ഉറക്കിയൊക്കെ. ലൈജു പാസ്റ്റിനെ നമ്മള് കണ്ണിന് ഭാരം കൂടുന്നു ഉറക്കുന്നു. ഞാൻ സണ്ണിന്റെ ചോദ്യം എടുത്തിട്ട് ഞാൻ ചോദിക്കുകയാണ്, അച്ഛാ ഈ ഏലാണോ എൽഷഡായി? എൽഷദായി ആണ് സർവശക്തനായ ദൈവം എന്ന് നമുക്ക് അവിടെ കാണുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ എൽഷദായി ഒന്നും ഞാൻ ഇതില് ഹോളി ട്രിനിറ്റിയിലെ ദ ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ആ ലെവലിലേക്ക് ഞാൻ എടുക്കുന്നില്ല. അതാണ് അവരുടെ കർത്താവ് എന്ന് പറഞ്ഞാൽ
കനാന്റെ ആ ടെറിട്ടറിയിൽ അവരുടെ കർത്താവ് അദ്ദേഹമാണ്. എന്നാ ഇത് ഞാൻ പറയുന്ന അച്ഛൻ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഇതിനൊരു ഉത്തരം പറയണം. കാരണം ഈ ഈ എൽഷഡായി എന്ന് പറയുന്ന അച്ഛൻ പറഞ്ഞ ആ കനാന്യരുടെ ഗോത്ര ദൈവം, അല്ലെങ്കിൽ കനാനിലെ ഏതൊക്കെ ജാതികളും ഇപ്പൊ ഫെലിസ്തര് ഇങ്ങനെ പറയുന്ന അവരുടെ ദൈവമായിരുന്നല്ലോ. കുറെ പേരുടെ ജാതികളുടെ പേര് പറഞ്ഞു, അതായത് ഫെലിസ്തീൻ. ഓക്കെ, അപ്പൊ അവരുടെ ദൈവമാണ് ഈ എൽഷഡായി. ഈ എൽഷഡായി ആണ് അബ്രാമിനെയും കൂടി വിളിക്കുന്നത്, ഇങ്ങോട്ട് ഇവിടെ ഒന്ന് താമസിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്ന് പിന്നെ വഴിയിലൊക്കെ വെച്ചിട്ട് ഇവർക്ക് സമ്പത്ത് ധാരാളമൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് ഉണ്ടാകുന്നുണ്ട്, കുറെ അടിച്ചോണ്ട് പോകുന്നുണ്ട്, ഒക്കെ സംഭവിച്ചു. കാരണം ഈ നമ്മൾ മൽക്കീസേദനൊക്കെ എടുക്കുന്ന കൂട്ടരാണെന്ന് അറിയാം അച്ചായന്. ആ സമയത്ത് ഒരു യുദ്ധത്തിനൊക്കെ പോകുമ്പം സമ്പത്ത് വളരെ അധികമാണ്. പക്ഷെ പുള്ളി അതൊന്നും, അതായത് പുള്ളി അത് നോക്ക്, അതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാലിനെ എടുത്തിട്ടില്ല. 5 രാജാക്കന്മാര് താഴ്വര ആള് പൊളിയാണ്ടാ നിന്നെ ഞങ്ങള്, എനിക്ക് എന്റെ ഒരു ചെറുപ്പിന്റെ വാറ് പോലും മേടിച്ചു പറയുന്നില്ല. പക്ഷെ രാജാക്കന്മാരെ മേടിച്ചിട്ടില്ല, അബ്രാമിന് തന്നെ ധാരാളം ഉണ്ടായിരുന്നു. പിന്നെ അബ്രാമിന്, അതായത് ഇതിനിടയ്ക്ക് അതെല്ലാം അബ്രഹാമിന്റെ സ്വന്തമായിട്ടുള്ള, അല്ലെങ്കിൽ അബ്രഹാമിന്റെ അസറ്റ്സ് ആണ് പുള്ളി ഒരിക്കൽ പോലും, അതാണ് വിശ്വസ്തനാണ്. He was the most reliable person in front of God. കേൾക്കും അങ്ങോട്ടൊക്കെ പോകണ്ട. ഞാൻ ചോദിക്കുന്നത്, അബ്രഹാമിന് ധാരാളം സമ്പത്ത് അന്നേരം ഉണ്ടായിരുന്നു വളരെ കൃത്യമാണ്. അച്ഛൻ പറഞ്ഞ ബൈബിളിൽ ഇത് മാത്രമേ എടുക്കുള്ളൂ എന്നാ അച്ഛൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, ഈ വളരെ സമ്പത്തുള്ള ഈ മനുഷ്യനും കൂടെയുള്ള ആൾക്കാരും എല്ലാമായിട്ട് ഈ പറയുന്ന സ്ഥലത്തേക്ക് ചെന്ന് കയറുമ്പോൾ, ഈ എൽഷഡായുടെ ആൾക്കാരുള്ള ഇടത്തേക്ക് ചെല്ലുമ്പോൾ കൊല്ലുന്നില്ല. ആരും കണ്ടോ എന്ത് നല്ല പെർഫെക്റ്റ് ആണ്, കണ്ടോ? ആ ദേശം കൊടുക്കുമെന്ന് തോന്നുന്നു, ദേശം കൊടുത്തു. പക്ഷെ അവിടെയാണ് കളി നടക്കുന്നത്. പുള്ളി ആദ്യം കനാനി വന്നു. പക്ഷെ അവിടെ എന്നാ കാണുന്നതെന്ന് പറഞ്ഞാൽ, അവിടെ വരുമ്പോ അവിടെ കനാനില് ക്ഷാമാണ്. ഇവിടെയാണ് റിഡാക്ഷന്റെ കളി തുടങ്ങുന്നത്. തിരുത്തി അല്ലേ, അല്ലെങ്കിൽ അത് ആ പുള്ളി അവിടുന്ന്, അതായത് ഇവൻ കനാനില കയറുന്നത്, പക്ഷെ അവനെ അവിടെ കയറ്റത്തില്ല. കാരണം യഹോവയ്ക്ക് ഇതൊരിക്കലും ഇഷ്ടമുള്ള കാര്യമല്ല ഇവൻ കനാനി കയറുന്നത്. കാരണം കനാൻ യഹോവയുടെ തെത്തത്, എൽസദായുടെ തെത്തതയാണ്. യഹോവയ്ക്ക് അതിന്റെ വെളിയിൽ എടുത്തിടും. അങ്ങനെയല്ലേ ഞാനെടുക്കും. കാരണം എനിക്ക് ഇതിനകത്ത്, കാരണം സഹാവേ, ഞാൻ ഈ ബൈബിളുമായിട്ട് എൻ്റെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഇത് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് അക്ഷരവും സ്പെല്ലിംഗ് മിസ്റ്റേക്കും കൂടെ ഇതെല്ലാം തപ്പുന്ന പാർട്ടിയാണ്. ഇത് മുഴുവൻ റീടൈപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കിതിനകത്ത് ഞാൻ നല്ലതായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. എവിടെയൊക്കെയാണ് ഇവർ പോയി പ്രശ്നം ഉണ്ടാക്കിയതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അപ്പൊ അവിടെ അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് കാണുമ്പോ, അതായത് അതിന്റെ കിണി മനസ്സിലാക്കിയ ഒരുത്തന് വരുമ്പം ഇവിടെയാണ് പറ്റി നമുക്ക് കണക്കാകുന്നത്. നിങ്ങളെന്നൊക്കെ പറഞ്ഞ ബൈബിള് വായിക്കുന്നത്, നിങ്ങളൊരു വിശുദ്ധമായ ദൈവമേ ഇത് നമ്മുടെ അങ്ങനെ വായിക്കുന്നു. ഞാൻ അങ്ങനെയല്ല. ഞാൻ വായിക്കുന്നത് ഇതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, ഇതിനകത്ത് വല്ല കുഴപ്പമുണ്ടോ, ഈ വാക്യം ആ വാക്യം മാറിപ്പോയോ. ഞാനിങ്ങനെ 1000 കാര്യം വെച്ച് ഒരു 10-15 ബൈബിൾ അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ടാണ് ഞാനൊരു കാര്യം ചെയ്യുന്നത്. അപ്പൊ എന്റെ വായനയുടെ രീതി വേറെയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിനകത്തൊരു ഇപ്പൊ ഒരു ക്രൈം സീൻ നടന്നു കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന ഒരു തുരുമ്പ് കഷ്ണം വരെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിന് ഞാൻ മാർക്ക് ചെയ്ത് മാറ്റി വെച്ചെങ്കിൽ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ സുനീഷിന് സമയം കൊടുക്കുക. ഞാൻ 1-2 കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ എൽഷഡായി ആണോ ശക്തൻ, അതോ യഹോവയാണോ ശക്തൻ? ഇവർക്ക് രണ്ടുപേർക്കും അവരവരുടെ ടെറിട്ടറിയിൽ അവർ ശക്തനാണ്. അല്ലാതെ ഇതിനകത്ത് ശക്തി ഒരാൾക്ക് കൂടുതലുണ്ട്, ഒരാൾക്ക് കുറവുണ്ടെന്നൊന്നും. അവരവരുടെ ടെറിട്ടറിയിൽ കനാന്റെ കാര്യം വരുമ്പോൾ ധാരാളം. ഇത് ഇത്രയും മതി, എനിക്ക് ഇത്രയും മതി. അച്ഛനപ്പ അവതരിപ്പിക്കുന്നത് ഫെലിസ്തീര് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് അനുബന്ധിച്ചൊക്കെ നിൽക്കുന്ന കനാനിലുള്ള ഒരു ഗോത്രദൈവവും, യഹോവ എന്നത് കനാൻ അല്ല ബാബിലോന്യ മെസപ്പൊട്ടോമിയ ദേശങ്ങളിലുണ്ടായിരുന്ന ഒരു ഗോത്രദൈവമാണ്. ഇനി അത്യുന്നതിനെ അവിടെ കാണാൻ പറ്റുന്നു പറയൂ. മുമ്പേ അച്ഛൻ പറഞ്ഞത് ഈ എൽഷഡായാണ് യേശു ക്രിസ്തുവിന്റെ പിതാവായ അത്യുന്നത ദൈവം. ഞാൻ എന്തായാലും ഇനിയിപ്പോൾ അത് വിശ്വസിക്കുന്നില്ല. കാരണം ഓൾറെഡി അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു, ഇവർ രണ്ട് തുല്യ ശക്തരാണ്.
എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ അത്യുന്നതനായ ദൈവത്തെ എവിടെ കാണാൻ പറ്റും? അത്യുന്നതനായ ദൈവം നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും തന്നെ അത്യുന്നതനായ ദൈവത്തിന്റെ കീഴിലാണ് വരുന്നത്. അതായത് നമ്മള് ഈ നോഹയുടെ യേശുക്രിസ്തുവിന്റെ പിതാവെന്ന് പറയട്ടെ സാറ് പറയട്ടെ. അതായത് നമ്മള് ഈ നോഹയുടെ കാലം, പ്രളയത്തിന് ശേഷം എനിക്ക് തോന്നുന്ന പേലകിന്റെ കാലത്താണെന്ന് തോന്നുന്നു. അന്നാണ് രാജ്യങ്ങൾ നിശ്ചയിക്കുന്നത്, പറഞ്ഞാൽ അതിർത്തികൾ നിശ്ചയിക്കുന്നത്. മനസ്സിലായോ? ഓരോ ടെറിട്ടറി. അപ്പൊ അതുവരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അത്യുന്നതനായ എന്ന് പറഞ്ഞാൽ എല്ലാവരും അവസാനം വർഷിപ്പ്. ഇപ്പൊ നമ്മൾ വർഷിപ്പ് കൊടുക്കുവാണെങ്കിൽ ആ ടൈമിലും വർഷിപ്പ് കൊടുക്കേണ്ടത് ആർക്കാണ്? അത്യുന്നതനായ ദൈവത്തിനെ കൊടുക്കാവുള്ളൂ. നമ്മൾ ഇന്ന് പറയട്ടെ, നമ്മൾ വർഷിപ്പ് ചെയ്യുന്നത് നമ്മൾ ജീസസ് ക്രൈസ്റ്റിനെ അല്ല, നമ്മൾ വർഷിപ്പ് ചെയ്യുന്ന ഹോളി ട്രിനിറ്റിയാണ്, ക്രിസ്ത്യാനികൾ. മനസ്സിലായോ? അപ്പൊ എന്ന് പറഞ്ഞതുപോലെ അവര് അന്ന് ചെയ്യേണ്ടിയിരുന്ന, അല്ലെങ്കിൽ അവരുടെ വർഷിപ്പ് എന്ന് പറയുന്നത്, വർഷിപ്പ് prayer is different, worship is different. So the worship is only to the അത്യുന്നതനായ ദൈവം. എൽഷഡായി അടങ്ങുന്ന ട്രിനിറ്റിയും യഹോവയും തമ്മിൽ ഒരു ബലാബലം നടന്നു. അവിടെയൊന്നും ട്രിനിറ്റി ഒന്നും നമ്മൾ പറഞ്ഞില്ല. അത്യുന്നതനെന്ന് ചോദിക്കുന്നത് എൽഷഡായി എന്തായാലും ട്രിനിറ്റി, എന്താ പറയാ, അതിന് ട്രിനിറ്റി ആണെങ്കിലും അല്ലെങ്കിലും അത്യുന്നതനല്ല, അല്ലെങ്കിൽ സർവശക്തനല്ല എന്നുള്ള കാര്യത്തിനകത്ത് ഒരു ഉറപ്പായി. കാരണം യഹോവയായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ പരാജയപ്പെടുന്ന ഒരാളാണ് എൽഷഡായി. അതുകൊണ്ടാണല്ലോ ഈ താൻ വിളിച്ചുകൊണ്ട് ഇറക്കുന്ന അബ്രഹാമിനെ കൂട്ടരെ, അല്ലെങ്കിൽ അവരുടെ സന്തതികളെ യഹോവയുടെ കയ്യിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ പലപ്പോഴും പരാജയപ്പെടുന്നത്. എത്രയൊക്കെ എടുത്ത് പരാജയപ്പെട്ടിട്ടുണ്ട്. ആയിക്കോട്ടെ, യഹോവൻ പരാജയപ്പെട്ടോട്ട്, എൽഷഡായും പരാജയപ്പെട്ടു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഞാൻ എൽഷദായുടെ അടിമയല്ലേ, യഹോവയുടെ അടിമയല്ല. നമ്മളിവിടെ ഒരു കാര്യം കറക്റ്റായിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നതല്ലാതെ ഞാനിപ്പോ എൽഷദായുടെ അടിമയല്ല, ഇതിന്റെ അടിമയല്ല. പിന്നെ നമ്മൾ ബൈബിളിൽ നിന്ന് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ കാര്യമായിട്ട് തന്നെ എടുത്തു പറയും. അല്ല അതിനകത്ത് വേറെ എനിക്കിപ്പം ഇതാണ് ട്രിനിറ്റി എന്നൊന്നും ഞാൻ കയറി പറയത്തില്ല. അതൊന്നും എന്റെ പണിയല്ല. അതൊക്കെ ഇവിടെ പലരും വന്ന് ഇവിടെ കൊണ്ടുവന്ന് എന്റെ പുറത്ത് ചാടാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ ട്രിനിറ്റി ഇല്ല എന്ന് പറയരുത്. ഇനി ട്രിനിറ്റി ഉണ്ട്, എൽഷഡായാണ് ട്രിനിറ്റി. അത് ഇതിനെ കൊണ്ട് കുത്തിക്കയറ്റരുത് അതിനകത്ത്, ട്രിനിറ്റിക്കകത്തോട്ടൊന്നും. അതൊക്കെ വളരെ ചീപ്പ് പരിപാടി. ഞാൻ പറയാത്ത കാര്യങ്ങളൊന്നും പറയരുത്. ഇതിനു മുമ്പേ അച്ഛൻ പറഞ്ഞ എൽഷഡായി ആണ് യേശുക്രിസ്തുവിന്റെ പിതാവെന്ന്. സാർ എങ്ങനെയല്ല, നിങ്ങൾ പോയി ഇതിന്റെ റീപ്ലേ പോകുമ്പോൾ കേൾക്കുക. ഈ ഭൂമിയില് യേശുക്രിസ്തു ഇവിടെ ജീവിച്ചത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ടാണ് അവൻ ഇവിടെ ജീവിക്കുന്നത്. അവൻ ഈ ഭൂമിയിൽ പിതാവെന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അവൻ വിളിക്കേണ്ട അവന്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം എന്ന് ഒരു യേശുക്രിസ്തു എന്ന ദൈവ മനുഷ്യന് വിളിക്കണമെങ്കിൽ അവന്റെ ടെറിട്ടറികൾ നിൽക്കുന്നത്, അവൻ ഏലിന്റെ വംശത്തിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും എൽഷദായി ആണ് വിളിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞോ പിതാവാൻ ദൈവത്തിനെയാ വിളിച്ചതെന്ന് ഞാൻ കയറി പറഞ്ഞു. ഈ യേശുക്രിസ്തു ക്രൂശി കിടന്നുണ്ട് നിലവിളിക്കുമ്പോ ഒരു പേര് വിളിക്കുന്നുണ്ട്, അതാണ് ഏലി ഏലി ലമ്മാ സബക്താനി. അത് എൽഷദായിയാണ് വിളിച്ചത് എന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. അതാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. കാരണം അത് രണ്ടെണ്ണത്തിനകത്ത് അത് പിതാവാണോ? ആ ആള് പിതാവാണോ? നമ്മുടെ ഇത് ഹോളി ട്രിനിറ്റിയിലെ വെച്ച് പറയുമ്പോ എനിക്ക് അതങ്ങനെ പറയാൻ പറ്റില്ല. വേണ്ട, പിതാവാണോ? ഭൂമിയിൽ പിതാവെന്ന് വിളിക്കാമല്ലോ, ഭൂമിയിൽ പിതാവെന്ന് വിളിക്കാമല്ലോ. യേശുക്രിസ്തുവിന്റെ, അതായത് യേശുക്രിസ്തു നിൽക്കുന്ന ആ ഭൂമികയില്, യേശുക്രിസ്തുവിന്റെ ടെറിട്ടറിയില് യേശുക്രിസ്തുവിന് അദ്ദേഹം ആ കർത്തൃത്വത്തിലാണ് അവിടെ നിൽക്കുന്നത്. യേശുക്രിസ്തു ഒരു മനുഷ്യനായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ആ കർത്തൃത്വത്തിന്റെ ചാർജ് തീർച്ചയായിട്ടും എൽഷദായിക്കാണ് വിളിക്കുന്നത്. തെറ്റൊന്നുമില്ല. ഇപ്പോഴും ഈ കുരിശി കിടന്നുകൊണ്ട് നിലവിളിച്ചത് സ്വന്തം പിതാവിനെ അല്ല, ആ ദേശത്തിന്റെ ടെറിട്ടറിയിലുള്ള അധികാരിയായിരുന്ന എൽഷഡായി ആണെന്നാണ് അച്ഛൻ. നമ്മൾ അങ്ങനെ വേണം അതിനെ എടുക്കാനായിട്ട്. നമ്മൾ കേറി, അതായത് the moment I move to the other side, അത് വേറെ ഗെയിം ആയി പോകും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ശരി അച്ഛാ, ഇത് കേൾക്കും. ഞാൻ ഇതുവരെ കരുതിയെന്ന് ഇതുവരെ ഞാൻ ഇത് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. നിങ്ങളോട് മാത്രം പറയുന്ന കാര്യമാണ് ഇത്. ഇതല്ലാതെ ഇതിവിടെ ഞാൻ എന്റെ വായിൽ നിന്ന് ഞാൻ ഈ പറയുന്ന ഒരു കാര്യം ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. നമ്മളെല്ലാരും ഉറക്കി കിടത്തിരിക്കുക. നമ്മൾ രണ്ടുപേരും മാത്രമേ കേൾക്കുന്നുള്ളൂ. വേറെ ആരും ഇത് കേൾക്കുന്നേ ഇല്ല. ദിസ് ഇസ് എ സീക്രട്ട് കോൺവെർസേഷൻ.
എന്റെ അച്ഛാ ഇത് കേൾക്ക്, പ്രശ്നം എവിടെന്നറിയോ? അച്ഛന് ഓർക്കാതെ അല്ലെങ്കിൽ അച്ഛൻ ഇതുവരെ അണ്ടർസ്റ്റാൻഡ് ആക്കി വെച്ചിരുന്ന പലതും കൈവിട്ട് പറഞ്ഞു എന്നുള്ളതാണ് സത്യം. അതങ്ങനെ പറയുമ്പോൾ വരുന്ന പ്രശ്നമാണ് ഇപ്പൊ അച്ഛന് ബൈജു ബ്രദറെ, മനസ്സിലാവുന്നത്. നിങ്ങൾ എന്നെ മാസ്മര വലയത്തിലാക്കി നിങ്ങൾ എന്നെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഇതുവരെ അണ്ടർസ്റ്റാൻഡ് ആക്കി വെച്ചിരുന്ന പലതും കൈവിട്ട് പറഞ്ഞു എന്നുള്ളതാണ് സത്യം. അതങ്ങനെ പറയുമ്പോൾ വരുന്ന പ്രശ്നമാണ് ഇപ്പൊ അച്ഛന് ബൈജു ബ്രദറെ, നിങ്ങൾ എന്നെ മാസ്മര വലയത്തിലാക്കി നിങ്ങൾ എന്നെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അച്ഛൻ ഇത് കേൾക്ക്. അപ്പൊ അന്നേരം പ്രശ്നം എന്താണെന്നറിയോ? യേശു കർത്താവ് ക്രൂശി കിടന്നു ദേശത്തിന്റെ ഉണ്ട് പ്രശ്നമുണ്ട്. അച്ഛന് പ്രശ്നമില്ലായിരിക്കാം, പക്ഷെ അച്ഛൻ പറയുന്ന കാര്യങ്ങൾക്ക് പ്രശ്നമുണ്ട്. യേശു ഇത് കേൾക്കച്ചാ, യേശു കർത്താവ് ഇനിയാണ് പ്രശ്നം വരുന്നത്. കർത്താവ് പോലും ആരും അല്ലാതാകും അവിടെ. യേശു കർത്താവ് പോലും ആരും അല്ലാതാകും അവിടെ. ഇത് കേൾക്കെ, യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചത് തന്റെ പിതാവിന്റെ ഹിതപ്രകാരമാണെന്നും ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നത് തന്റെ പിതാവിന്റെ ഹിതപ്രകാരമാണെന്നും നമ്മൾ വിശ്വസിക്കുന്നു. അല്ല, ഞാൻ സമ്മതിക്കുന്നു, അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ ആകുമ്പോ കർത്താവ് ക്രൂശി കിടന്നുകൊണ്ട് വിളിച്ചത് പിതാവിനെ ആണെന്നാണ് നമ്മൾ അറിഞ്ഞു വെച്ചിരുന്നത്. നിങ്ങൾക്ക് എന്തും വിശ്വസിക്കാമല്ലോ. ശരി ശരി. അല്ല, നമ്മളിവിടെ വേറെ ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവരൊക്കെ അറിയട്ടെ. അതെ, ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പിതാവാം ദൈവം പറയട്ടെ ഞാൻ പിതാവാം ദൈവം എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഹോളി ട്രിനിറ്റിയിലെ ദ ഫാദർ ഹെഡ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും കാരണഭൂതൻ എന്ന് ആകെപ്പാടെ ക്ലെയിം ചെയ്യാവുന്ന ഒരേ ഒരു എൻറ്റിറ്റി ഉണ്ട്, അതാണ് പിതാവാം ദൈവം. അതിനെ മാത്രമേ ഞാൻ പിതാവെന്ന് പറയത്തുള്ളൂ. മനസ്സിലായോ? ആ ദൈവത്തിന് മേളിൽ ഒന്നുമില്ല, നത്തി മതി. അപ്പം അച്ഛനിപ്പം പറയുന്നത് ഈ എൽഷഡായി എന്ന കനാന്യ ദേശത്തുണ്ടായിരുന്ന ജാതികളുടെ ഗോത്രതമായിരുന്ന എൽഷഡായി എങ്ങനെയൊക്കെയോ പിന്നീട് യഹൂദ മരുഭൂമിയിൽ കഴിയുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ പ്രദേശത്ത് കഴിയുന്ന അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ആ പ്രദേശത്ത് കഴിയുന്ന യഹൂദന്മാരുടെയും കൂടി ദൈവമായി. കാരണം ആ ടെറിട്ടറിയുടെയും അബ്രഹാമിനെ വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് കനാന്യ ദേശത്തുണ്ടായിരുന്ന കനാന്യരുടെ പല ജാതികളുണ്ടല്ലോ, ഫെലിസ്ത്യരടക്കമുള്ള കനാന്യ ജാതിയിൽ പൂശരി, ഫിലിസ്തീരി, ഹിത്യരി, ഇങ്ങനെയൊക്കെയുള്ള അനേക ജാതികളുടെ ഗോത്രദൈവമായിരുന്ന എൽഷഡായി പിന്നീട് ഇസ്രായേൽ ജനതയുടെയും കൂടി ദൈവമായി. ശരിയല്ലേ? ഇസ്രായേൽ ജനതയുടെ ഈ അബ്രഹാമിനെ എടുക്കുന്നതിൽ കൂടിയാണ്, അത് അഡോപ്ഷനിൽ കൂടിയാണ് അവരുടെ ദൈവമാകുന്നത്. കാരണം അഡോപ്ഷനിൽ ഇപ്പൊ അതായത് അബ്രഹാമിന്റെ വംശത്തിലല്ലാതെ വേറെ അവിടെ ആ ദേശത്ത് കിടന്ന ഒരു വേട്ടാവളിയനും ഇതിനകത്ത് പാർട്ടല്ല.
മനസ്സിലായോ? അത് ഈ സമ്മതിച്ചു, എടുത്തോണ്ട് അത് സമ്മതിച്ചു. വന്നിരിക്കുന്ന ഈ കൊലയിലുള്ളത് മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ, ഇയാൾ അത്രേ ഉള്ളൂ. എടുത്തിട്ടുള്ളൂ. ഇട്ടുള്ളൂ. ഇപ്പം ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ ഇത് ഈ യഹോവയുടെ ആളുകൾ തന്നെയാണ് ബാക്കി അവിടെ ഉള്ളവരെല്ലാരും. അല്ല, യഹോവ ഒന്നും ഇവിടെ ഇല്ല അച്ഛാ. യഹോവ ഉള്ളത് വേറെ. യഹോവയ്ക്ക് അവിടെ ഉണ്ട് അച്ഛാ. അല്ല, നമ്മൾ പറയുമ്പോ നമ്മൾ രണ്ടും പറയണം. അതായത് പേലകിന്റെ കാലത്താണ് ഭൂമി വിഭജിച്ചത്. അപ്പൊ വീതം വെച്ച് യഹോവയ്ക്ക് കിട്ടിയെന്ന് പറയുന്നത് പേലകിന്റെ കാലത്താണ് കിട്ടിയത്. അല്ലാതെ നമ്മളത് വരുമ്പോൾ നമ്മള് കാണുന്നത് ഈ പിന്നെ ആവർത്തന പുസ്തകത്തില് ആണ് കാണുന്നത് എന്ന് പറഞ്ഞാലും അത് ആക്ച്വൽ സംഭവിച്ചിരിക്കുന്നത് ജെനിസിസിലാണ്. അത് പേലകിന്റെ കാലത്താണ് വിഭജനം നടന്നത്. അപ്പോൾ അന്നാണ് യഹോവയ്ക്ക് ഇത് കിട്ടിയത്. അങ്ങനെയാണ് യഹോവയ്ക്ക് അബ്രഹാമിന്റെ പുറത്ത് ക്ലെയിം വരുന്നത്. അതായത് ഈ അബ്രഹാമിന്റെ പുറത്ത് ക്ലെയിം വരുന്നത് അതുകൊണ്ടാണ്. പിടികിട്ടിയോ? ആ ക്ലെയിം ഒക്കെ എൽഷഡായി ക്യാൻസൽ ചെയ്തില്ലേ? ആ ക്ലെയിം ക്യാൻസൽ ചെയ്തിട്ടാണല്ലോ എൽഷഡായി വിളിക്കുന്നത്. പക്ഷെ എൽഷഡായി സ്വന്തമായിട്ട് അബ്രഹാമിന് പോയി ക്ലെയിം വെച്ചിട്ടും യഹോവയുടെ ക്ലെയിം ക്യാൻസൽ ആക്കാനായിട്ട് എൽഷഡായി കൊണ്ട് പറ്റുന്നില്ല. അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. ഞാൻ ചോദിച്ചു വരുന്ന അതിലോട്ടല്ല. ഇവിടുത്തെ എൽഷഡായിക്ക് കനാൻ ദേശത്ത് കുറെ ജാതികളുണ്ട്. ആ ജാതികളുടെ കൂടെ കൂശ ദേശത്തുണ്ടായിരുന്ന അബ്രഹാമിനെയും കൂടി ദത്തെടുക്കുകയാണ്. എന്ന് വെച്ചാൽ തനിക്കുണ്ടാകുന്ന ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ യേശു ഇന്ന് നമുക്ക് ഇത്രേ പഠിച്ചാൽ മതി. ഇപ്പൊ നമുക്ക് അത്യാവശ്യം ഫണ്ടമെന്റൽസ് ഈസ് വെരി ക്ലിയർ. എവിടുന്നാണ് വന്നത്, എങ്ങനെയാണ് വന്നത്. ഇനി ഇതിന്റെ കഥയുടെ ബാക്കി പറയാൻ ഞാൻ എന്ത് കഥയാണ് പറയുന്നതെന്നുള്ളത് നിങ്ങൾ ശരിയായിട്ട് പൂരിപ്പിക്കണം. അതുകൊണ്ട് ഈ കഥയുടെ ബാക്കി ഞാൻ ആർക്ക് വിട്ടുതരുന്നു? ഞാന് ബൈജു ബ്രദറിന് വിട്ടുതരുന്നു. ബൈജു ബ്രദറ് പോയി പഠിച്ചിട്ട് ഇതാണ് കോൺടെക്സ്റ്റ്, ഇതാണ് ഇതിന്റെ പ്രീടെക്സ്റ്റ് ആൻഡ് കോൺടെക്സ്റ്റ്, ഇത് വെച്ചിട്ട് നല്ലതായിട്ട് ആ കഥ കറക്റ്റ് എഴുതിക്കൊണ്ട് പോവാ. നമുക്ക് വെച്ച് മുത്തൊരുമിച്ച് നോക്കാം. ഒക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. ഇതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ വയറ്റിൽ തീയൊന്നും വന്നില്ല, പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. അച്ഛൻ പറഞ്ഞ കഥ ഞാൻ കേട്ടു. പക്ഷെ ഇനി വരുന്ന പ്രശ്നങ്ങൾ ഞാൻ പറയാം. പ്രശ്നങ്ങളൊക്കെ എന്തും പറ്റാതെ നമുക്ക് വിഷയമാണ്. ഇത് നോക്കിയേ, അതാ ഞാൻ പറഞ്ഞു. കനാൻ ദേശത്തുണ്ടായിരുന്ന കുറച്ച് ജാതികളുടെ ഗോത്രദൈവമായിരുന്നു എൽഷഡായി എന്നുള്ള എൻറ്റിറ്റി. ഈ എൻറ്റിറ്റിക്ക് പിന്നെ ദത്തെടുപ്പിലൂടെ, അബ്രഹാമിനെ ദത്തെടുത്തതിലൂടെ തന്റെ മക്കളും കൊച്ചുമക്കളുമായ വലിയൊരു ജനതയെ തന്റേതായി മാറ്റപ്പെട്ടു. എന്നാലും പഴയ ഗോത്രദൈവമായ യഹോവയ്ക്ക് ഇവരുടെ മേൽ ക്ലെയിം ഉള്ളതുകൊണ്ട് കുറച്ച് ആൾക്കാർ ആളിന്റെ കൂടെ ചേർന്നു. എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇസ്രായേൽ ജനതയിൽ യേശു ക്രിസ്തുവിന്റെ കാലത്ത് എൽഷഡായിടേതായി കുറച്ച് ആൾക്കാരുണ്ട് എന്നാണ് അച്ഛൻ ഇപ്പൊ പറഞ്ഞു വെച്ചത്. ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ് യേശു ക്രിസ്തു. ആ ക്ലെയിമിൽ ഇനി ആരോട് പറയരുത്. അവരെല്ലാം എഴുന്നേറ്റത് ഇവരൊക്കെ ഈ പച്ചനൊക്കെ എഴുന്നേറ്റു, ചെറുമേൽ എഴുന്നേറ്റു, സൺ എഴുന്നേറ്റു. വേണ്ട ഇനി നമ്മൾ പറയണ്ട. ഇനി പറയണ്ട. താഴെ ഇരുന്ന എല്ലാരും എൽഷഡായിയുടെ ക്ലെയിമിൽ പെട്ട ആളാണ്. ഇല്ലെന്ന് ഇനിയും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനിയും കഥ വീട്ടിൽ പറഞ്ഞാൽ മതി. എൽഷഡായിയെ വിളിച്ചിട്ട് പറഞ്ഞത്. ഇനി നമ്മൾ കഥ പറയത്തില്ല. പാട്ട് പാടി ട്രിനിറ്റി ഇല്ല, പിതാവും ഇല്ല. കർത്താവ് ഒരു ഫോൾസ് ക്ലെയിം വെച്ചിട്ടാണ് 23.5 വർഷം ഭൂമിയിലുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവ് ആരാധിച്ചിരുന്നതും കർത്താവ് അവകാശപ്പെട്ടിരുന്നതും എൽഷഡായിയെ കുറിച്ചാണ്. അതുകൊണ്ടാണ് മരണസമയത്ത് പോലും എൽഷഡായിനെ വിളിച്ചത്. ഇവിടെ എവിടെയാണ് അത്യുന്നതൻ അല്ലെങ്കിൽ ട്രിനിറ്റി വരുന്നതെന്നാണ് പറയേണ്ടത്. അച്ഛാ അത് പറ. പോകുന്നിടത്തല്ല ട്രിനിറ്റിയെ ചോദ്യം കിടക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞല്ലോ. ഈ കഥയുടെ ബാക്കി പൂരിപ്പിക്കുക നിങ്ങള്. ഇനി നിങ്ങൾക്ക് ഞാൻ ഇസ്രായേൽ മക്കളുടെ അച്ഛാ ഇപ്പൊ എൽഷഡായി ആണോ ഇസ്രായേൽ ജനതയുടെ ദൈവം? ഇന്നത്തെ കാര്യം ചോദിക്കുന്നത്. അവർക്ക് ആരും ശരിക്കും പറഞ്ഞ അവർ അനാഥരാണ്. ഇപ്പൊ അവർക്ക് എൽഷഡായി ഇല്ല, യഹോവയില്ല, ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് എന്തോ ഒരു കൊള്ളരുതായ്മ അച്ഛാ ഈ എൽഷഡായി കാണിച്ചത്. എൽഷഡായി ഒന്നും കാണിച്ചില്ല. അവന്മാര് കുരുത്തക്കേട് വിളിച്ചിറക്കി ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ഇപ്പൊ എൽഷഡായും കൈവിട്ടു. സാറ് നിങ്ങൾ വിട്ടുപോകുന്നതിന് എന്നാ ചെയ്യാനാണ്? ദൈവത്തിന് എന്താ ചെയ്യാൻ പറ്റും? ഇപ്പൊ ഞാനിപ്പോ ഇവിടെ വന്ന് താമസിച്ചു, ഞാൻ ഈ ദേശത്തിന് യോഗ്യമായി നടത്തിയവരാണ്. അല്ല ഇവർ കുറച്ച് കഴിയുമ്പോ ഈ നാറിയെ വിളിച്ചോണ്ട് ഒന്ന് റീസായി പോയല്ലോ എന്ന് ഞാൻ അടിച്ചു പുറത്താക്കും.
മനസ്സിലായി? അപ്പൊ കണ്ടില്ലേ, അപ്പൊ ഈ പറയുന്ന എൽഷഡായി എന്ന് പറയുന്നത് വെറും ഒരു ഗോത്രദൈവമല്ലേ അച്ഛാ? ഒരു ബലഹീനമായ എന്ന് പറഞ്ഞാൽ അതിനിപ്പോ എനിക്ക് എന്നാ യഹോവ എന്ന് കുഴപ്പം? പറയുന്ന പുള്ളി ഗോത്രദൈവമാണ്, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടോ? അപ്പൊ ഞാൻ ഈ ഗോത്രദൈവത്തെ ഞാൻ പോയി ചെന്ന് ഈ അൽസദായിയെ വിളിക്കുന്നില്ല, യഹോവയെ വിളിക്കുന്നില്ലാത്ത എന്നോട് ഇത് ഗോത്രദൈവം ഇത്ര പ്രശ്നക്കാരനായിക്കോട്ടെ, അതിനെന്നാ കുഴപ്പം? എനിക്ക് എന്നാ കുഴപ്പം? എന്ന് പറഞ്ഞാൽ ഇപ്പൊ അച്ഛന്റെ കൺസെപ്റ്റില് അത്യുന്നതനായ ദൈവത്തെ കുറിച്ച് പരാമർശിക്കുന്നതായ ഒരു പുസ്തകമേ അല്ല ബൈബിള്. അതിനകത്ത് രണ്ട് അയ്യോ, അല്ല അതൊക്കെ നിങ്ങളുടെ പ്രശ്നമല്ലേ. ഞങ്ങൾക്ക് സാറ് ഞങ്ങളെ സംബന്ധിച്ച് അച്ഛന്റെ പ്രശ്നം ഞാൻ പറയാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പൊ നിങ്ങൾക്കാണ് ഇതിനൊക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് അത്യുന്നതനെ കാണണം, നിങ്ങൾക്ക് ഇവിടെ കാണണം. നിങ്ങൾക്ക് അൽസദായിയെ കാണണം, നിങ്ങൾക്ക് ഇവിടെ കാണണം. യഹോവയെ കാണണം, നിങ്ങൾക്ക് ഇവിടെ കാണണം. എടി ഞങ്ങൾക്ക് ഇവിടെ ഒന്നും കാണണ്ട. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ തന്നെ ഞങ്ങൾക്കുള്ള ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലിറ്റർജി പാത്തിൽ നിന്ന് ഒരു പാത്രാണ് ബൈബിൾ. സോ എന്നെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമല്ല. ഇപ്പൊ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങളും ആരാധിക്കുന്നത് എനിക്ക് പ്രശ്നമില്ല സാർ. എന്റെ അച്ഛൻ, നിങ്ങളും ആരാധിക്കുന്നത് ഏതോ ഒരു ഗോത്രദൈവത്തെയാണെന്ന്. അങ്ങനെ വരുമോ? അത് നിങ്ങൾക്ക്, അത് നിങ്ങളുടെ തോന്നലല്ലേ. അത് നിങ്ങൾ കാര്യങ്ങൾ പഠിക്കാതെ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അത്യുന്നതനായ ദൈവം? അത് നിങ്ങൾക്ക് ഹോളി ട്രിനിറ്റിയെ പറ്റിയുള്ള നിങ്ങളുടെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഈ യഹോവ എൽസദായി പോലും നിങ്ങൾക്ക് ഒരു ശരിയായ അണ്ടർസ്റ്റാൻഡിങ്, ഒരു അത്യാവശ്യം ഒരു കോമൺ സെൻസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായോ? സോ കിട്ടി അച്ഛാ പറഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ അത് പോയി പഠിച്ച് നിങ്ങൾക്ക്, അതായത് രസം എന്താന്ന് പറഞ്ഞാല് അച്ഛൻ ഓൾറെഡി പഠിപ്പിച്ചു തന്നു. യഹോവ ഉണ്ടായിരുന്ന ഒരു ഗോത്രദൈവം. എൽഷഡ എന്നത് കനാൻ ദേശത്തുണ്ടായിരുന്ന ഫെലിസ്ത്യര്, ഹിത്യര്, യബൂസ്യര്, അലിക്കുലത്തെ ജാതികളുടെ എല്ലാം ദൈവം. ഓക്കെ, ഇത്രയാണ് സംഭവം. രണ്ട് ആൾക്കാരേ ഉള്ളൂ, എൽഷഡായി, യഹോവ. ഇവര് തമ്മിൽ ഒരു ബലാബലം ഉണ്ടായിരുന്നു. അതിനകത്ത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഈ എൽഷഡായി എന്ന ആളിന് അധീനത കഴിഞ്ഞ ഒരാളാണ് യേശുക്രിസ്തു എന്ന വ്യക്തി. ഓക്കെ, ഈ യേശുക്രിസ്തു എന്ന വ്യക്തി എൽഷഡായുടെ അധീനത കഴിഞ്ഞ ആള് ആ ആളിന്റെ വാക്ക് കേട്ടനുസരിച്ച് പ്രവർത്തിച്ച ഒരാളുമാണ്. ശരിയില്ലയോ? പിന്നെ അവിടെ പുള്ളി എപ്പോഴും അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഭൂമിയിലല്ലേ, നമ്മൾ ഭൂമിയിൽ രാജാക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. നമ്മൾ ആ ഒരു ഇതിനകത്ത് വേണം നിൽക്കാൻ, അല്ലെങ്കിൽ പിന്നെ നമ്മള് ആ മനുഷ്യൻ എന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അവിടുത്തെ ദേശാധിപതിക്ക് കീഴ്പ്പെട്ടിട്ടാണ്. പിന്നെ പുള്ളി ഇപ്പൊ ഇതൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തില്ലായിരുന്നു. മക്കള് കൊടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരണ്ടല്ലോ എന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എൽസദായിയെ അവിടെ ഓണർ ചെയ്യേണ്ട അടുത്ത് പുള്ളി ഓണർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ, അന്നേരം ഈ ക്രൂശി കിടന്നുകൊണ്ടും എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിക്കുന്നത് കാരണം ആ അവിടെ നടക്കുന്ന ആ കാര്യത്തിന്റെ ചാർജിങ്ങാരാണ്. റൈറ്റ്, നീ എന്താണ് കൈവിട്ടതെന്ന് ചോദിക്കാം, നോ പ്രോബ്ലം. ഓക്കെ, ശരി. ഇനി അപ്പൊ എൽഷഡായുടെ കാര്യം കഴിഞ്ഞു, യഹോവ എന്ന കാര്യം കഴിഞ്ഞു. ഈ ട്രിനിറ്റി എവിടുന്നാ ഉണ്ടായത്? അച്ഛൻ ഈ പറയുന്ന ട്രിനിറ്റി എവിടുന്നാ വന്നത്? കാരണം ഇവിടെ നിങ്ങൾ ഈ പറയുന്ന സാധനം ഇല്ല. ചിരിച്ചിട്ട് കാര്യമില്ല. കാരണം ക്രൂശിൽ കിടക്കുന്ന എൽഷഡായി അല്ല പിതാവ്. അല്ല, എനിക്കറിയാൻ മേലാത്ത കാര്യം അച്ഛൻ എവിടുന്ന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. താൻ അച്ഛൻ നോക്ക്, ജീവിതത്തില് കർത്താവ് ഈ ഭൂമിയിൽ ചരിച്ച കാലം മൊത്തവും കേട്ടനുസരിച്ച വാക്കുകളും കർത്താവ് ചെയ്ത പ്രവൃത്തിയൊക്കെയും എൽഷഡായതായിരുന്നു എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെ? പിതാവ് എന്ന് പറയാ, അല്ല, അല്ലെങ്കിൽ തന്റെ പിതാവിന്റെ അതും പ്രശ്നമാവും. അപ്പൊ ഈ രണ്ടുപേരെ പിതാവിനോട് പുത്രൻ സംസാരിച്ചതെല്ലാം എൽസദായിയോടല്ല സംസാരിച്ചത്. അത് വളരെ കൃത്യമായിട്ട് താൻ തന്റെ പിതാവിനോട് നേരിട്ട് പ്രാർത്ഥിച്ചു. ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, തന്റെ പിതാവിനോട്. ഡിസ്റ്റിങ്ഷൻ വേറെയാണ്, മനസ്സിലായോ? ഡിസ്റ്റിങ്ഷൻ വേറെയാണ്. എൽഷഡായി അല്ല അപ്പൊ പിതാവ് എന്നുള്ളത് ഉറപ്പിച്ചു. ഈ പിതാവിനെ എവിടെ കാണാൻ പറ്റും? ആ പിതാവിനെ പുത്രന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പിതാവിനെ കാണിച്ചു തരണം എന്ന് പറഞ്ഞ, അല്ലാതെ അവരാരും ചോദിച്ചില്ല ദൈവത്തെ ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് നല്ല ചോദിച്ചത്. നിന്റെ പിതാവിനെ കാണിച്ചു, എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നത്. അപ്പൊ പിതാവ് ഡിസ്റ്റിങ്ഷൻ ആണ്. അതെ, ഈ പുത്രൻ അല്ലെങ്കിൽ വന്ന
ആരായിരുന്നു എന്ന് അച്ഛൻ ആദ്യം പറഞ്ഞേ? പിതാവിന്റെ പുത്രനാണ് കർത്താവാണ്. പുത്രൻ, അല്ലെങ്കിൽ യേശു കർത്താവ്. കർത്താവ് ആരായിരുന്നു? കർത്താവ് ആരായിരിക്കും? ആ, യേശു കർത്താവ് പിതാവാൻ ആരായിരുന്നു? ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ ഇൻകാർണേഷൻ, മനുഷ്യാവതാരം. മനുഷ്യാവതാരമാണ് യേശു കർത്താവ്. ഓക്കെ, ഇതിനെ കുറിച്ച് എവിടെയെങ്കിലും മുൻകാലത്ത് പ്രവചനങ്ങളുണ്ടോ? പിന്നെ കന്യക ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കുമെന്ന് യെശയ്യായുടെ ഇത് 7-ാം അധ്യായത്തിന്റെ പ്രധാന വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവനെ പറ്റിയാണ് പറഞ്ഞത്. ഒറിജിനലില് അത് എഴുതിയിരിക്കുന്ന യുവതി എന്നാണ്, എന്നാൽ സെപ്റ്റജിന്റ് ട്രാൻസ്ലേഷനിൽ അത് കന്യക എന്നാണ്. ഓക്കെ, അപ്പൊ ഈ പ്രവചനം എഴുതിയിട്ടുള്ളത് എൽഷഡായ് ആണോ, അതോ യഹോവയാണോ, അതോ പിതാവിന്റെ ആൾക്കാരാണോ? അതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇവിടെ ഇപ്പൊ ഒരു കാര്യം നടക്കാൻ പോവുകയാണ്. അത് ദൈവത്തിന്റെ അവിടെ ഇരിക്കുന്ന ആരുടെ കയ്യിലും അത് കൊടുക്കരുതോ ആ ഇൻഫർമേഷൻ? ഇപ്പൊ നമ്മുടെ കയ്യില് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ അമേരിക്കയിൽ ഇരിക്കുവാണ്. ഇപ്പൊ ട്രംപറ്റ് മിനിസ്റ്റേഴ്സിനാണ് ഭരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം നിലനിന്നെങ്കിൽ അത് ട്രംപിന്റെ കൊടുക്കും, അത് ഇവിടെ എല്ലാവർക്കും കൊടുക്കും. സോ ഫൈൻ, ഇറ്റ് ഡസന്റ് മാറ്റർ അത് ആരുടേതാണ്. ഇപ്പം മാറ്റർ അറിയില്ല, എന്നെ സംബന്ധിച്ച് മാത്രമല്ല. Who is in charge at that point of time? He is responsible for taking the message from whoever it is. അല്ലാതെ ഞാനിപ്പോ പറയുവാണ്, ഇപ്പൊ ഇവിടെ ഇപ്പൊ ഒരു വലിയൊരു നാശം സംഭവിക്കാൻ പോവാണ്. അപ്പൊ ഇവിടെ ഇപ്പം അത് ഡെമോക്രാറ്റിന്റെ ഒരു ഇതായിരുന്നു പറയാൻ. എനിക്ക് പിടികിട്ടി എന്ന് പറഞ്ഞാൽ പിതാവ് താൻ പ്ലാൻ ചെയ്ത പദ്ധതിയെ എൽഷഡായി അറിയിച്ചു, യഹോവയെ അറിയിച്ചു. എന്നിട്ട് പിന്നെ അവരെല്ലാം കൗൺസിലുള്ള അവരെല്ലാം അറിയുന്നുണ്ടല്ലോ. They will all know what the heck is happening. They should be known. അതായത് പിതാവ് അറിയിക്കേണ്ട കാര്യങ്ങൾ എല്ലാം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കുന്നുണ്ട്. അപ്പൊ എൽഷഡായി അവര് കൗൺസിൽ, ഇതിപ്പോ നമ്മുടെ ഒരു കൗൺസിൽ ഓഫ് ഗോഡ്സിലെ വൺ ഓഫ് ദ ഗോഡ് ആണ് എൽഷഡായി, വൺ ഓഫ് ദ ഗോഡ് ആണ് യാഹ്വേ. സോ അവർക്ക് രണ്ടുപേർക്കും ഈ കാര്യങ്ങളെ പറ്റി അറിവുണ്ട്. ഓക്കെ, പിടികിട്ടി. അപ്പം ഓക്കെ, അപ്പൊ ക്രൂശിൽ കിടന്നുകൊണ്ട് വിളിച്ചത് പിതാവിനെ ആയിരുന്നില്ല, എൽഷഡായി ആയിരുന്നു. പക്ഷെ അവിടെ പിതാവിനെ വിളിക്കുന്നെങ്കിൽ പിതാവേ പിതാവേ എന്ന് വിളിച്ചാൽ അല്ല മതി. ഏലി ഏലി എന്ന് വിളിച്ചത് പിതാവിനെ വിളിക്കത്തില്ല. ഓക്കെ, അല്ലെ എൽഷഡായി എന്ന് വിളിച്ചത് കാരണം അത് ദൈവം എന്നാണ്. ദൈവമേ 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 നീ എന്നെ കൈവിട്ടത്. ഇപ്പൊ ദൈവം എന്ന സംജ്ഞയില് അവിടെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ കർത്താവാണ്. ഹു ഈസ് ഇൻ ചാർജ് എൽഷഡായി. ആൻഡ് യു നോ ജസ്റ്റ് കോൾ ദാറ്റ് നെയിം പീരിയഡ്. ഞാൻ ഈ പറയുന്നതൊക്കെ കറക്റ്റ് ആയിട്ട് ലൈൻ ബൈ ലൈൻ ഒത്തൊത്തു പോകുന്ന സാധനം നമ്മൾ പറയും. എനിക്കിപ്പോ അല്ല, ഇത് ഇതുവരെ പറയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞെന്നുള്ള മനസ്സിലായി. ഇതുവരെ ഞാൻ കരുതിയ ഈ എൽഷായി എന്നുള്ളത് പിതാവാണ് എന്ന്, അല്ലെങ്കിൽ അങ്ങനെ. അതുകൊണ്ടല്ല ഞങ്ങൾ ഈ യഹോവയൊക്കെ എടുത്തിട്ട് ചാമ്പുന്നത്, മനസ്സിലായോ? പിതാവൻ ദൈവമാണ്, ചാമ്പാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? പിതാവിനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാ അച്ഛൻ കാര്യം. പിതാവിനെ എങ്ങും കാണാനില്ല എന്നുള്ളതാണ് വസ്തുത. പിതാവിനെ കാണാനായിട്ട് പിതാവിനെ കണ്ട ഒറ്റ വ്യക്തിയേ ഉള്ളൂ. സംസാരത്തിനിടയ്ക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ സാധനമാണെന്ന് എനിക്കറിയാം. കാരണം നിങ്ങളിപ്പം നിങ്ങളെ സംബന്ധിച്ച് ഞാനിത് വേറെ ആരുടെ അടുത്ത് ഞാൻ ഈ കാര്യം ഡിസ്കസ് ചെയ്യാൻ ഇത് കേട്ടിട്ട് കേൾക്കണം. ഇത് കേട്ടിട്ട് ഞാൻ താഴെ ഇരിക്കുന്നവർ പറയാം, ഇത് കേട്ടിട്ട് എന്നോട് ഇതിന്റെ എക്സ്പ്ലനേഷനോ ഒരു കാര്യമോ ആരും ഞാൻ ഇങ്ങനത്തെ കാര്യം പറഞ്ഞിട്ടില്ല, നിങ്ങൾ കേട്ടിട്ടില്ല, അത്രേ ഉള്ളൂ. ഞാനിത് ഞാൻ ഈ ക്ലബ് ഹൗസിലെ വളരെ റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞ 4 വർഷമായിട്ട് കേൾക്കുന്ന ഒരു ശബ്ദത്തിന്റെ ഉടമയാണ് ബൈജു ബ്രദർ. വാട്ട് എവർ ഹി ഹാസ് ഡിഫറൻസ്, ബട്ട് ഐ ഫീൽ he is a true seeker and he ഇന്ന് വരെ എന്നെ ഒരു കളിയാക്കുകയോ അല്ലെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിന്റെ അടുത്ത് ഈ കാര്യം ഷെയർ ചെയ്യാവുന്ന എനിക്ക് ഒരു ബോധ്യത്തിന്റെ പുറത്താണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പൊ ഇത് ജസ്റ്റ് ഫോർ ഈ ബൈജു ബ്രദറിന് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞാണ്. ഇത് നാളെ നിങ്ങൾ എന്നോട് വന്നിട്ട് അവിടെ ഇവിടെ ഇരുന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞല്ലേ ഇതിങ്ങനെയല്ലേ അതങ്ങനെയല്ലേ ഇത് യാക്കോവക്കാരുടെ തിയോളജി അല്ലേ, ഇതിനൊന്നിനും എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല.
ഇത് ഞാനും ബൈജു ബ്രദറും മാത്രമുള്ള ഒരു കോൺവെർസേഷനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡോട്ട്സ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കാര്യമാണ്. അതിനകത്ത് എൻ്റെ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല എന്നുള്ളത് ഞാൻ ഇതിൽ അറിയിക്കുകയാണ്. ഇതിനകത്ത് ഞാൻ ക്ലെയിം ചെയ്യാനോ അന്ന് ഞാനല്ല ഇങ്ങനെ പറഞ്ഞൊന്നും ഇതൊന്നും ഞാൻ പറയാൻ പറ്റത്തില്ല. കാരണം ഇതൊക്കെ റെക്കോർഡായിട്ട് ഇവിടെ കിടക്കണം. അതിന് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം. ആവട്ടെ ചെറിയ ഞാൻ ഇനി അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എനിക്ക് ബുദ്ധിമുട്ടില്ല. നമ്മൾ ഇതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാലേ യവന്മാരെല്ലാം പിന്നെ ഇപ്പൊ താഴെ കണ്ട ടോണിയൊക്കെ ആ കഴുത്ത് നീട്ടി പിടിച്ചുള്ള ഇരിപ്പ് കണ്ടോ? അവന്റെ ഇരിപ്പ് കാണുമ്പോഴേ നമുക്ക് പറ്റും. എന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നമുക്കൊന്നും പറയണ്ട, ഇനി മിണ്ടണ്ട. ഇനി ഇത് പൊട്ടൻ ചത്തോടെ കിടന്നോണം കേട്ടോ ഈ വിഷയത്തില്. ഞാൻ എന്നോട് ചോദിച്ചാണെന്ന് പറയുന്നു. ഉറങ്ങുന്നവരെല്ലാം എഴുന്നേറ്റ് ചില രഹസ്യങ്ങളൊക്കെ പിടികിട്ടി. സുനീഷ വരുന്നേ വാ. എഴുന്നേറ്റു ചിറമേൽ രമേലുണ്ടോ? കണ്ട ഞാൻ ആ ഉറക്കം ഉറക്കിയിട്ടേ അവരെ കിടന്ന് ഉറങ്ങുന്ന ഉറക്കം കണ്ട എന്നാ ഉറക്കാന്ന്. ഇതാണ് ഉറക്കം. പഠിപ്പിക്കുന്ന തിയോളജി വല്ലതും ആണോ, അതോ അച്ഛൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച രസങ്ങളിൽ പെട്ടതാണോ? എന്തോ അത് എനിക്ക് ഞാനിപ്പോ എന്നാ പറഞ്ഞെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളൊന്നും കേട്ടിട്ടുമില്ല. അത്രേ ഉള്ളൂ. ഞാൻ ഇവരെ ഉറക്കിയതോടുകൂടി ഇവര് കിടന്ന് ഉറങ്ങുന്ന ഉറക്കം കണ്ടു. ചിറമേലെ എഴുന്നേക്ക്, ചിറമേലെ നേരം വെളുത്തു. എഴുന്നേറ്റ് മുള്ളിട്ട് കിടക്കണോ? കണ്ട ഞാൻ കണ്ട ഞാൻ ഒരുത്തനെ ഉറക്കി കഴിഞ്ഞ് ഇവര് കംപ്ലീറ്റ് ഉറക്കുമായിരുന്നു. കണ്ട അതാണ് നമ്മള് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുകയായിരുന്നു ബൈജു ബ്രദറെ. കണ്ടോ നമ്മുടെ പവർ കണ്ടോ? രണ്ടെണ്ണം കിടന്ന് ഉറങ്ങുന്ന ഉറക്കം കണ്ട. ഇതാണ് കളി. MK ബ്രദറെ, നിങ്ങൾക്ക് 3 ദിവസം കൂടി ഉള്ളു. 3 ദിവസം ഓവർ. ജാമി ഇതിനെയൊക്കെ കുത്തി എഴുന്നേൽപ്പിക്കും. ഒറ്റ എല്ലാം കിടന്നുറങ്ങാ, പോത്ത് പോലെ ഉറക്ക. നോക്കട്ടെ 5.5 നോക്കിയിട്ടുണ്ട്. ഇല്ല നമ്മളില്ല. അയ്യോ ചെറിയാച്ചനല്ല, ഇന്നലെ ഒരാള് നമ്മുടെ അനിമോൻ